നമ്മൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ ആ ഒരു അവതാര മഹിമയെക്കുറിച്ച് ഈ ഒരു ഇത്രയും നാളത്തെ ഒരു സത്സംഗത്തിലൂടെ, അതായത് ഗുരുപദത്തിൻ്റെ 11ാമത്തെ എപ്പിസോഡ് വരെ എത്തി നിൽക്കുകയാണ്. ഇതിലൂടെയെല്ലാം നമുക്ക് ഇത് അനുഭവിച്ചറിയാൻ സാധിക്കുകയായിരുന്നു ചെയ്തത്. അപ്പം ഇത് നമുക്ക് തുടർന്നും നമുക്ക് ഇത് അദ്ദേഹത്തിൻ്റെ മഹാസമാധി വരെയുള്ള ഒരു എപ്പിസോഡായിട്ട് നമ്മളിങ്ങനെ പോവുകയാണ്. ഇന്നിപ്പം ഗുരുപദത്തിൻ്റെ 12ാമത്തെ എപ്പിസോഡാണ്. നമ്മൾ മീറ്റ് മീ ധ്യാന കേന്ദ്രം ബാലരാമപുരത്ത് വെച്ച് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. നമുക്ക് അശോകൻ ജിയുമായിട്ട് കൂടുതൽ ഈ ഒരു വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. അശോകൻ ജി, ഗുരുദേവൻ ഒരു അവതാര പുരുഷനാണ് എന്നുള്ളത് ആ കാലഘട്ടത്തിലുള്ളവർക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടു തുടങ്ങിയ ഒരു സമയമാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ പ്രഥമ ശിഷ്യനായിട്ടുള്ള ശിവലിംഗദാസ സ്വാമികളാണല്ലോ. അപ്പം അങ്ങനെ ഒരു മഹാ അവതാര പുരുഷനോടൊപ്പം സഞ്ചരിക്കുമ്പോൾ ആ ഒരു ശിഷ്യനും ശിവലിംഗദാസ സ്വാമികളിലും ആ ഒരു അവതാര മഹിമ അല്ലെങ്കിൽ ആ ഒരു ഗുണങ്ങൾ, ആ അവതാരത്തിൻ്റെ ഗുണങ്ങൾ വന്നു ചേരാനുള്ള സാധ്യത കൂടുതലല്ലേ? അതിനെക്കുറിച്ചൊക്കെ കൂടുതലൊന്ന് വിശദീകരിക്കാം. മഹനീയ ചരിത്രായ മമതാരഹിതാത്മനെ നാരായണയതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമസ്കാരം ബാലുജി. അതായത് ശ്രീനാരായണ ഗുരുദേവൻ ഒരു സിദ്ധനായിരുന്നു, സിദ്ധികൾ നേടിയ വ്യക്തി. അതിനെക്കുറിച്ച് മുന്നോട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ശിഷ്യനും ഒരു സിദ്ധനായിരുന്നു. അതിനെക്കുറിച്ച് തന്നെ ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ഇന്ന് നമുക്ക് മൂത്തകുന്നം എന്ന സ്ഥലത്താണ് പോകേണ്ടത്. അതായത് പരവൂറിന് സമീപത്താണ് ഈ സ്ഥലം. പരവൂർ എന്ന് പറയുമ്പം കൊല്ലത്തൊരു പരവൂറുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ മൂത്തകുന്നം എന്ന് പറയുന്ന സ്ഥലം വടക്കൻ പരവൂറിന് അടുത്താണ്. വടക്കൻ പരവൂറിന് അടുത്തായിട്ടാണ് ഈ സ്ഥലം ഉള്ളത്. അപ്പോൾ നമ്മുടെ ദിവ്യശ്രീ ശിവലിംഗദാസ് സ്വാമി കോലത്തുകര വളരെ പ്രശസ്തനായി കഴിഞ്ഞിരുന്നു. ഗുരുദേവൻ്റെ പ്രതിപുരുഷനായി കണ്ടു തന്നെയാണ് അന്നാട്ടുകാർ അദ്ദേഹത്തെ ആരാധിച്ചിരുന്നത്. അവിടെ അദ്ദേഹത്തിൻ്റെ സംസ്കൃത വിദ്യാഭ്യാസവും അതേപോലെ തന്നെ ശ്രീനാരായണ ആശ്രമം അതെല്ലാം അദ്ദേഹം സ്ഥാപിച്ച് അവിടുത്തെ കുട്ടികളെയും അവിടുത്തെ യുവാക്കളെയും നേരായ വഴിക്ക് നടത്തി. ഇപ്പോൾ ഒരു സംഘം ആൾക്കാർ, അത് കുട്ടികളായാലും യുവാക്കളായാലും നേരായ മാർഗത്തിൽ നടക്കുന്ന ഒരു പക്ഷേ കുറച്ചുകൂടെ അതിശയോക്തിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊച്ചു കുട്ടികൾക്ക് പോലും മറ്റുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ ഉതകുന്ന രീതിയിൽ തയ്യാറാക്കിയെടുത്ത, ഈ യുവാക്കൾക്കും മറ്റുള്ളവർക്ക് വിദ്യാഭ്യാസം നൽകാൻ പറ്റുന്ന രീതിയിൽ തയ്യാറാക്കിയെടുത്ത ഒരു സംഘം ആളുകൾ ഇന്ന് നമ്മുടെ കുളത്തൂര് ഉണ്ട്. അവിടെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഈ ശ്രീനാരായണ ഗുരു ധർമ്മ പ്രചരണത്തിന് ഒരു രീതിയുണ്ട്. ഒരു പ്രത്യേക രീതിയിലാണ്. ഇപ്പം നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് അറിയാമെന്നുള്ള അദ്ദേഹം അവിടെ ക്ഷേത്രം സ്ഥാപിച്ചു, ഇവിടെ കണ്ണാടി സ്ഥാപിച്ചു, ഇവിടെ ആശ്രമം സ്ഥാപിച്ചു എന്നൊക്കെയാണ് നമ്മൾ കേട്ടുവരുന്നത്. അങ്ങനെയല്ല, പോയി സ്ഥാപിക്കുകയല്ല. അത് വേണമോ വേണ്ടയോ എന്ന് ആലോചിക്കും. അവിടെ എന്താണ് വേണ്ടത്? അദ്ദേഹം ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചത് മാത്രമേ ഇന്ന് നമുക്ക് അറിയുന്നുള്ളൂ, അത് മാത്രമേ ആൾക്കാർ പറയുന്നുള്ളൂ. അദ്ദേഹം അനേകം സ്ഥലങ്ങളിൽ നെയ്ത്തുശാലകൾ പോലുള്ള വ്യവസായ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി മുൻകൈയെടുത്തു. തയ്യൽ അതിനുവേണ്ടിയുള്ള മുൻകരുതലെടുത്തു. എന്നുവെച്ചാൽ ഒരു ദേശത്തെ, ഒരു പ്രദേശത്തെ നന്നാക്കണമെങ്കിൽ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള വ്യവസായമോ കച്ചവടമോ ഒക്കെ വേണം.
അപ്പം അത് ഏതാണ് വേണ്ടത് നോക്കി അദ്ദേഹം ചെയ്യുമായിരുന്നു. പക്ഷെ അതിന് അദ്ദേഹം അങ്ങോട്ട് പോവുകയല്ല. ഈ ഗുരു പ്രചരണത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്, ഗുരുവിൻ്റെ ഭക്തന്മാരിങ്ങനെ ആയിക്കഴിഞ്ഞാൽ അതിലൊരു ഭക്തൻ സ്വാഭാവികമായും ചിന്തിക്കും, ഈ ഗുരുദേവൻ്റെ വചനം അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഈ തത്വശാസ്ത്രം നമുക്ക് മാത്രം കിട്ടാനുള്ളതല്ലല്ലോ, അതൊരു മറ്റൊരു പ്രദേശത്തിനും കൂടെ കിട്ടണം എന്ന് സ്വാഭാവികമായിട്ടും അവർ ചിന്തിക്കും. അതായത് ചില തത്വശാസ്ത്രങ്ങളുണ്ട്, അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നും ഇത് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളതാണ്, ഇത് എന്നിൽ മാത്രം നിന്നാൽ പോരാ. അപ്പോൾ ആ ചിന്താഗതിയുള്ള ആൾക്കാർ മറ്റൊരു പ്രദേശത്ത് പോയിട്ട് അവിടെ ഏതെങ്കിലും ഒരു വീട്ടിൽ പോയിട്ട് ഗുരുദേവനെക്കുറിച്ച് സംസാരിക്കും. അപ്പോൾ ഇവിടെ ഇതിനു മുമ്പ് തന്നെ ഗുരുദേവൻ്റെ പ്രശസ്തി ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കും ആ സ്ഥലത്ത്. അപ്പോൾ അവിടെ അന്നാട്ടുകാർക്ക് ഗുരുദേവനെ കാണണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടാവും. ഈ ഗുരുദേവ ഭക്തൻ മറ്റൊരു സ്ഥലത്ത് പോയി ഇതിനെക്കുറിച്ച് വളരെ വിശാലമായിട്ട് സംസാരിച്ചതിന് ശേഷം അപ്പോൾ അവിടെ കൂടിയവരൊക്കെ പറയും, നമുക്ക് ഗുരുദേവനെ ഒന്ന് ഇങ്ങോട്ട് വിളിച്ചാലോ. അവരിൽ നിന്നുമാണ് ആ കൂട്ടായ്മ. കേട്ടതിന് ശേഷം അവരൊരു കൂട്ടായ്മയാകുന്നു, അവർ ചിന്തിക്കുന്നു ഗുരുദേവനെ എങ്ങനെ വിളിക്കണം. അപ്പോൾ ഭക്തർ അതിൽ നിന്ന് 4-5 വരുമെന്ന് ഗുരുദേവനോട് പറയും. അപ്പോൾ ഇദ്ദേഹം ഏറ്റവും സമീപത്തായിട്ടുള്ള ഒരു സമയം, ഇദ്ദേഹം തിരക്കാണ്, ഇപ്പം നല്ല തിരക്കിലാണ്. തിരക്കെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, സമൂഹത്തെ എങ്ങനെ ഉന്നതിയിലെത്തിക്കാം എന്നുള്ള ആ തിരക്കിലാണ്. ആ ഒരു സമയം ഇദ്ദേഹം കണ്ടെത്തുന്നു, അവിടെ പോകുന്നു. അവിടെ പോയി അവരെല്ലാം കാണുന്നു, ആ സ്ഥലത്തിനെക്കുറിച്ചൊന്ന് പഠിക്കുന്നു. അതാണ് ആദ്യം ചെയ്യുന്നത്, സ്ഥലത്തിനെക്കുറിച്ച് പഠിക്കുന്നു. ഈ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊക്കെ പഠിക്കും പോലെയല്ല. നമ്മളിപ്പോൾ ബാലരാമായണത്തിനെക്കുറിച്ച് പഠിക്കണമെങ്കിൽ കുറേ പൂർവികരെയൊക്കെ കണ്ട് അല്ലേ, അവർക്ക് കേട്ടറിവുള്ളത് കേട്ട്, പിന്നെ എവിടെയെങ്കിലും പുസ്തകമുണ്ടോ, അങ്ങനെ. ഇദ്ദേഹത്തിനെ ഒന്ന് നോക്കിയാൽ തന്നെ അറിയാം. അദ്ദേഹത്തിന് ദീർഘദൃഷ്ടി ഉണ്ടായിരുന്നു. ദീർഘദൃഷ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പല അർത്ഥങ്ങളുണ്ട്. വരാൻ പോകുന്ന കാര്യത്തെ കാണുക, അങ്ങ് വിദൂരയിലിരിക്കുന്ന കാര്യം അദ്ദേഹത്തിന് കാണാൻ പറ്റും. ഒരു സ്ഥലത്ത് പോകുന്നതിന് മുമ്പ് ആ സ്ഥലത്തെക്കുറിച്ച് ഇദ്ദേഹം നല്ലവണ്ണം നേരത്തെ അറിഞ്ഞിരിക്കും, തൻ്റേതായ കാഴ്ചപ്പാടിൽ, തൻ്റെ ദീർഘദൃഷ്ടിയിലൂടെ. അവിടെ പോയി പിന്നീട് അദ്ദേഹം തീരുമാനിക്കുന്നതാണ്, ഇവിടെ ഒരു ആശ്രമമാണോ സ്ഥാപിക്കേണ്ടത്, അതോ ഒരു നെയ്ത്തുശാലയോ, അതോ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വ്യവസായമാണോ, അതോ ഇനി സ്ഥാപിക്കേണ്ടത് ഒരു ക്ഷേത്രമാണോ, അതോ പാഠശാലയാണ്. ഇതിലേതാണ് വേണ്ടത് അതാണ് അദ്ദേഹം സ്ഥാപിക്കുന്നത്. പക്ഷേ ക്രമേണ ഈ മിക്കവാറും ക്ഷേത്രങ്ങൾ അവിടെ സ്ഥാപിക്കും, അല്ലെങ്കിൽ അവിടുത്തെ ക്ഷേത്രത്തെ ശുദ്ധീകരിക്കും. ക്രമേണ സംഭവിച്ചെന്താ, ക്ഷേത്ര കാര്യങ്ങൾ മാത്രം പുറത്തേക്ക് വന്നു. ഈ വ്യവസായശാല സ്ഥാപിച്ചതും ആശ്രമം സ്ഥാപിച്ചതും വിദ്യാഭ്യാസ സ്ഥാപനം സ്ഥാപിച്ചതും അതങ്ങ് അപ്രസക്തമായി പോകും. നമുക്ക് ഇനി മുന്നോട്ട് പോകുമ്പോൾ കാണാം, ഈ പെരിങ്ങോട്ടുകരയിൽ ഇദ്ദേഹം ആദ്യം പോയി ചെയ്തത് ഒരു ആശ്രമം സ്ഥാപിക്കുകയാണ്. ആശ്രമം സ്ഥാപിച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ചെറിയ ക്ഷേത്രം സ്ഥാപിക്കുന്നത്. ക്ഷേത്രം സ്ഥാപിച്ച് അതും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അതിനൊരു വലിയൊരു ക്ഷേത്രമാക്കുന്നത്. അതിലത്തേക്ക് പ്രധാന പങ്ക് വഹിച്ചത് ദിവ്യശ്രീ ശിവലിംഗദാസ് സ്വാമികളാണ്. പക്ഷെ ഇന്ന് ആ പെരിങ്ങോട്ടുകര അറിയപ്പെടുന്ന ക്ഷേത്രത്തിൻ്റെ പേരിലാണ്. ആശ്രമത്തിനൊക്കെ അപ്രസക്തമായി. അതോടൊപ്പം തന്നെ അവിടെ നെയ്ത്തിൻ്റെയും മറ്റ് തയ്യലിൻ്റെയും സ്ഥാപനങ്ങളും ഉണ്ടായിരുന്നു. അതെല്ലാം അപ്രത്യക്ഷമായിക്കൊണ്ട് ക്ഷേത്രം മാത്രം ഉയർന്നു വരിക എന്നൊരു രീതി. എന്തായാലും ഈ രീതിയിൽ ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾ വളരെയധികം ഉയർന്നു വന്നു. അന്ന് നാടിനിത് വളരെ ആവശ്യവുമായിരുന്നു. നാട് അന്ധകാരത്തിൽപ്പെട്ട് ഉഴലുകയായിരുന്നു എന്ന് തന്നെ പറയാം. അതൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്ധകാരത്തിൽ നിന്നും നമുക്ക് മാറ്റം കിട്ടണമെങ്കിൽ വിദ്യാഭ്യാസം തന്നെ വേണം. അപ്പോൾ ചില സ്ഥലങ്ങളിൽ പോയിട്ട് ആദ്യം സ്ഥാപിച്ചത് പാഠശാലയാണ്. ഉദാഹരണം, നമ്മുടെ വർക്കല
അദ്ദേഹം ആദ്യം പോയിട്ട് ചെയ്തത് അവിടെ ഒരു പാഠശാല സ്ഥാപിക്കുകയാണ് ചെയ്തത്. നിശാ പാഠശാല നേരത്തെ സത്സംഗത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് ആ നിശാ പാഠശാല അവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇന്ന് അദ്ദേഹത്തിൻ്റെ സമാധിയുടെ പേരിലും ശാരദാദേവിയുടെ ക്ഷേത്രത്തിൻ്റെ പേരിലും അതിൻ്റെ അപ്പുറത്തുള്ള ശിവക്ഷേത്രത്തിൻ്റെ പേരിലും ഒക്കെയാണ് ആ സ്ഥലം അറിയപ്പെടുന്നത്. ആ പാഠശാല ലോകത്ത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഒരു വയോജന വിദ്യാഭ്യാസം കൊണ്ടുവന്നത് ഇദ്ദേഹമാണെന്നാണ് തോന്നുന്നത്. കാര്യം ഞാൻ മറ്റ് ഇദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലല്ലാതെ ഈ വയോജന വയോജനമെന്ന് ഉദ്ദേശിക്കുന്നത് വളരെ വയസ്സായവർ മാത്രമല്ല, അതായത് നിശാ പാഠശാലയിൽ നേരിട്ട് റെഗുലറായിട്ട് എവിടെയെങ്കിലും പോയി പഠിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടി ഒരു പാഠശാല സ്ഥാപിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ കാര്യമൊക്കെ എന്ത് ചെയ്തു, അമർന്നു പോയിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ തുടങ്ങിയത് തന്നെ മൂത്തകുന്നമാണല്ലോ. അവിടെ ഈ മൂത്തകുന്നത്ത് ആദ്യം എത്തിച്ചേരുന്നത് ശ്രീനാരായണ ഗുരു എത്തിച്ചേരുന്നതിനും ഏതാണ്ട് 8 വർഷങ്ങൾക്ക് മുമ്പ് വെളുത്തേരി കേശവൻ വൈദ്യർ അവിടെ എത്തിയിരുന്നു. അപ്പോൾ അങ്ങ് ഓർക്കുന്നുണ്ടാകും, ഈ വെളുത്തേരി കേശവൻ വൈദ്യരും ഈ ശ്രീനാരായണ ഗുരുവും പെരുന്നെല്ലിയും ഒക്കെ ഒരുമിച്ച് പഠിച്ചതാണ് പാർണപ്പള്ളിയിൽ. ഇവർ തമ്മിൽ അക്കാലത്ത് നല്ല ചേർച്ചയിലല്ല. എന്നുവെച്ചാൽ പെരുന്നെല്ലിയും നമ്മുടെ വെളുത്തേരിയൊക്കെ ഗുരുദേവനോട് ചേർച്ച, ഗുരുദേവൻ അങ്ങോട്ടൊരു കുഴപ്പമില്ല. അപ്പോൾ അവരൊക്കെ ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തായി മാറുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരുവിപ്പുറം പ്രതിഷ്ഠയോടുകൂടിയാണ്. അതിന് ശേഷമാണ് സുഹൃത്തായി മാറുന്നത്. പക്ഷേ ഈ അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് മുമ്പ് തന്നെ വെളുത്തേരിയിൽ ഹിന്ദുമതത്തിനോടുള്ള, അദ്ദേഹം ഒരു ശൃംഗാരകവിയായിരുന്നു, ഓർക്കുന്നുണ്ടല്ലോ, അദ്ദേഹം ശൃംഗാരകവിയായിരുന്നു. ആ ശൃംഗാരകവി പിന്നീട് ഒരു ഭക്തനാകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ക്രമേണ അദ്ദേഹം ശൃംഗാരത്തിൽ നിന്നും ഭക്തിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഇവിടെ ഗുരു ശിഷ്യോപദേശങ്ങളും സങ്കല്പങ്ങളും സാക്ഷാത്കരിച്ച ഒരു പാവന പ്രദേശമായിട്ടാണ് നമ്മുടെ ഈ മൂത്തകുന്നം എന്ന് പറയുന്ന സ്ഥലം. ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്, വിദ്യ കൊണ്ട് സ്വതന്ത്രരാകും. വളരെ ആദർശപരമായ ഒരു വാക്യമാണ്. വിദ്യ കൂടാതെ ഒരു മനുഷ്യനും ഇന്ന് വരെ തൻ്റെ ജീവിതത്തിൽ ഒന്നും നേടിയിട്ടില്ല. ആ വിദ്യ ഇങ്ങനെ കാണരുത്, സ്കൂളിൽ ചെന്ന് പഠിക്കുന്നത് മാത്രമാണ് വിദ്യ, ആ രീതിയിലെടുക്കരുത്. വായനയിലൂടെ സമൂഹത്തിൽ നിന്നും മറ്റു തരത്തിൽ കിട്ടുന്ന അനേക അറിവുകൾ, അതെല്ലാം വിദ്യയാണ്. അല്ലാതെ പലരും വിദ്യ എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വിചാരിക്കുന്നത്, അത് യൂണിവേഴ്സിറ്റിയിൽ ചെന്ന് പഠിക്കുന്നത് മാത്രമാണ്. എനിക്ക് തോന്നുന്നു ഒരു 10-25 വർഷങ്ങൾക്ക് അപ്പുറത്ത് കേരളത്തിൽ കോഴിക്കോട് സർവകലാശാലയാണെന്ന് തോന്നുന്നു, ഓപ്പൺ സിസ്റ്റത്തിൽ BA തുടങ്ങി. എന്ന് വെച്ചാൽ 10ാം ക്ലാസ് വേണ്ട, +2 വേണ്ട, അന്ന് PDC വേണ്ട, അല്ലെങ്കിൽ +2 വേണ്ട, നേരിട്ടൊരു എൻട്രൻസ് എഴുതുന്നു, BAക്ക് ചേരാം. അത് പിന്നീട് അതങ്ങ് നിർത്തൽ ചെയ്യപ്പെട്ടു. അക്കാലത്ത് പല യൂണിവേഴ്സിറ്റികളും ഓപ്പൺ രീതിയിൽ BA, MA, MSc, BSc ഒക്കെ എഴുതാമെന്ന് പറഞ്ഞിട്ട് പരസ്യങ്ങൾ ചെയ്തിരുന്നു, ആൾക്കാരെ ചേർത്തിരുന്നു. അതൊരു നല്ല രീതിയാണെന്നാണ് എനിക്ക് തോന്നിയത്. കാര്യം അതിന് തൊട്ട് മുമ്പ് ഒരു പ്രവേശന പരീക്ഷ ഉണ്ടാവും. ആ പ്രവേശന പരീക്ഷ എന്താണ്? ഈ കോഴ്സിനെക്കുറിച്ച്, അല്ലെങ്കിൽ അന്ന് വരെ അവൻ ഈ കോഴ്സിന് ചേരാനുള്ള യോഗ്യത ഉണ്ടോ എന്നാണ് ആ പ്രവേശന പരീക്ഷയിലൂടെ നോക്കുന്നത്. എനിക്ക് വിദേശ രാജ്യത്ത്, ചിലപ്പോൾ അമേരിക്കയോ ഇംഗ്ലണ്ടോ പോലുള്ള വിദേശ രാജ്യങ്ങളിൽ ഇതുപോലുള്ള കോഴ്സ്, എനിക്ക് ഉറപ്പിച്ച് പറയുന്നില്ല, ഉണ്ടാകാം. അതുകൊണ്ടായിരിക്കും അതിൻ്റെ പിന്നാലെയായിരിക്കും ഇന്ത്യയിലും അത് തുടങ്ങിയത്. അപ്പോൾ വിശദമായ ഒരു പ്രവേശന പരീക്ഷ എഴുതുന്നു, അതിന് ഒരു മാർക്കിട്ട് ആ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലേക്ക് എടുക്കുന്നു. ഇപ്പോൾ ഇവിടെ കേരളത്തിൽ MBBS അങ്ങനെയാണല്ലോ. കുട്ടി +2 പാസ്സായിരിക്കണം, അതിന് 45% മാർക്ക് മതി, എന്നിട്ടൊരു പ്രവേശന പരീക്ഷ നടത്തും. ആ പ്രവേശന പരീക്ഷ ഏതിൽ ആധാരിതമാണ്? MBBSൻ്റെ പറയുന്നത് +2ൻ്റെ സിലബസ് ആണെങ്കിലും MBBSന് ചേരാൻ കുട്ടിക്ക് യോഗ്യതയുണ്ടോ, ഇതിൻ്റെ സിലബസ് അങ്ങോട്ട് യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവേശന പരീക്ഷയാണ്. അതിങ്ങനെ ആ പ്രവേശന പരീക്ഷ കുട്ടി എഴുതുമ്പോൾ +2ന് 100 മാർക്ക്, അതായത് 100% മാർക്ക് വാങ്ങിച്ച കുട്ടികൾ പിന്തള്ളപ്പെടുന്നു.
40 അതിന് താഴെയോ ഒക്കെ വാങ്ങുന്ന, കഷ്ടിച്ച് ജയിക്കുന്ന കുട്ടികളും ആ പ്രവേശന പരീക്ഷ വിജയിക്കുന്നതാണ്. 40 താഴെ വാങ്ങിച്ച കുട്ടിക്ക് 35 വാങ്ങുന്ന കുട്ടിക്ക് അഡ്മിഷൻ കിട്ടില്ല. കാര്യം 45% വേണം. പക്ഷേ ഈ കുട്ടി വിജയിക്കുന്നുണ്ട്. കാര്യം ഇപ്പോൾ കോഴ്സ് ജയിക്കുന്നതിന് മുമ്പാണല്ലോ, പരീക്ഷ എഴുതിയിട്ടാണല്ലോ ഇതിന് അപേക്ഷിക്കുന്നത്. ജയിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രവേശന പരീക്ഷ വെച്ചിട്ട് അങ്ങനെ ഒരു അഡ്മിഷൻ കൊടുക്കുന്നത് വളരെ ശരിയാണ്. അവന് കഴിവുണ്ട്. ഈ അനേകം ആൾക്കാർ കഴിവില്ലാത്ത, അതായത് പഠിക്കാൻ സാഹചര്യമില്ലാത്ത ആൾക്കാർ പിന്നെ പ്രകൃതിയിൽ നിന്നും സമൂഹത്തിൽ നിന്നും വളരെ അറിവുകൾ നേടിയിട്ടുണ്ട്. പക്ഷേ ആ അറിവുകൾക്കൊരു അംഗീകാരം വേണ്ടേ? അപ്പോൾ ഇവിടെ നിങ്ങൾ ഇന്ന സിസ്റ്റത്തിലേ വരൂ, നിങ്ങളെ പഠിപ്പിക്കുമെന്ന് പറയുന്നത് ശരിയല്ല. ശരി, അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ തരത്തിൽ വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുവാൻ പറഞ്ഞ ഗുരുദേവൻ്റെ വാക്യത്തിലൂടെ കേരളത്തിൽ അനവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. 1882 ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഏതാണ്ട് 17-18 നൂറ്റാണ്ട് എന്ന് പറയുന്നത് കേരളത്തിലെ അരാജകത്വത്തിൻ്റെ കാലഘട്ടമാണ്. അതിനെക്കുറിച്ചൊക്കെ നേരത്തെ വളരെ വർണ്ണനകൾ പറഞ്ഞിട്ടുണ്ട്. ഇത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യ ഒട്ടാകെ ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് ഏത് മതത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സംശയം പറയാം, ഹിന്ദു മതത്തിൽ. ജാതി വ്യവസ്ഥ, ഹിന്ദു മതത്തിൽ ജാതി വ്യവസ്ഥ ഇല്ല, പക്ഷെ ആരോ ഇതിലേക്ക് ജാതി വ്യവസ്ഥ കൊണ്ടുവന്നു. വർണ്ണവ്യവസ്ഥയെ പിൽക്കാലത്തെ ജാതി വ്യവസ്ഥയാക്കി തീർത്തു. പിൽക്കാലത്തെ ഭരണകർത്താക്കൾ, അത് വിദേശ ഭരണകർത്താക്കളാണ്. അതിൽ വിദേശത്തുള്ള എല്ലാ രാജ്യത്തുള്ള, അതായത് സൗദി അറബിൽ നിന്ന് തുടങ്ങിയ മതം മുതൽ നമ്മുടെ റോമിൽ നിന്ന് തുടങ്ങിയ മറ്റൊരു മതം, അവരൊക്കെ ഇങ്ങോട്ട് കയറി വരികയും നമ്മളെ അധിവസിക്കുകയും അവരുടെ നന്മയ്ക്ക്, അവരുടെ മതത്തിന് വേണ്ടി നമ്മുടെ മതത്തിലുള്ള ചില കാര്യങ്ങളെ മോശമായി ചിത്രീകരിച്ച് അതൊരു പൊതുവിലുള്ള അംഗീകാരമായി നേടിയെടുക്കാനും അവർക്ക് കഴിഞ്ഞു. എപ്പോഴും ഭരണകർത്താവ് എന്താണോ പറയുന്നത് അതായിരിക്കും ജനം കൂടുതൽ വിശ്വസിക്കുക. ഈ സമയത്ത് നമ്മുടെ ഇവിടെ മൂത്തകുന്നത്ത് ഒരു സ്ഥാപനമുണ്ടായി. സ്ഥാപനം ഹിന്ദു മത ധർമ്മ പരിപാലന സഭ. ഹിന്ദു മത ധർമ്മ പരിപാലന സഭ. ഇതിനെ ചുരുക്കി HMDPS എന്ന് പറയും. അവിടെ ശ്രദ്ധിക്കുക, ഹിന്ദു ധർമ്മ പരിപാലന സഭയല്ല, ഹിന്ദു മത ധർമ്മ പരിപാലന. ആ മതത്തിലുള്ള ധർമ്മത്തെ പരിപാലനം ചെയ്ത് എടുക്കുക, അതാണ് അവിടെ ഉദ്ദേശിച്ചത്. ഈ കാലഘട്ടത്തിൽ ഒന്നുകൂടെ നമ്മൾ ചിന്തിക്കണം. ഈ 18, 19 നൂറ്റാണ്ടുകളുടെ മറ്റൊരു പ്രത്യേകത, ഇപ്പോൾ 1888 ഗുരുദേവൻ അരീപ്പുറത്ത് പ്രതിഷ്ഠ നടത്തുന്നത്. ചിലവരെങ്കിലും പറയാറുണ്ട് അതിനു മുമ്പ് ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ ശിവപ്രതിഷ്ഠ നടത്തിയെന്ന്. അത് തെറ്റായൊരു കാര്യമാണ്. ആറാട്ടുപുഴ എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ ഈ നേരത്തെ പറഞ്ഞ പരവൂര് പോലെ 2 ആറാട്ടുപുഴയുണ്ട്. ഒന്ന് തൃശ്ശിവപ്പേരൂർ എന്ന് പറയുന്ന ജില്ലയിൽ ഒരു ആറാട്ടുപുഴയുണ്ട്. 2 ആലപ്പുഴ എന്ന് പറയുന്ന ജില്ലയിൽ ഒരു ആറാട്ടുപുഴയുണ്ട്. ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്തിലാണ് ആറാട്ടുപുഴ എന്ന സ്ഥലം. ഈ ആറാട്ടുപുഴയിൽ ഒരു അതിസമ്പന്നനുണ്ടായിരുന്നു. അദ്ദേഹത്തെ വേലായുധപ്പണിക്കർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം ഒരു ക്ഷേത്രം സ്ഥാപിച്ചു, ശിവക്ഷേത്രം സ്ഥാപിച്ചു. രണ്ടുമുള്ള വ്യത്യാസം മനസ്സിലാക്കുക. ഇവിടെ പ്രതിഷ്ഠിച്ചു. താങ്കളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ക്ഷേത്രം സ്ഥാപിക്കാം, പള്ളി സ്ഥാപിക്കാം, മോസ്ക് സ്ഥാപിക്കാം, അല്ലേ? എന്ത് വേണോ ആകാമല്ലോ. ഗുരുദ്വാര സ്ഥാപിക്കാം. താങ്കളയിൽ എന്തുണ്ട്? പൈസയുണ്ട്. പക്ഷെ സ്ഥാപിക്കുന്നതെല്ലാം ആര് തന്നെയാണ്? താങ്കൾ അതിൻ്റെ അന്നത്തെ കാലഘട്ടത്തിൽ ആരെയാണോ സ്ഥാപിക്കാൻ വേണ്ടി വിളിക്കുന്നത് അവരെ താങ്കളുടെ കയ്യിലുള്ള പൈസ കൊടുത്ത് വിളിച്ച്, ചടങ്ങുകളെല്ലാം ആചാരാനുഷ്ഠാനങ്ങളെല്ലാം പഴയതുപോലെ തന്നെയാണ്. അപ്പോൾ അരുവിപ്പുറം പ്രതിഷ്ഠയും ഈ ആറാട്ടുപുഴ ക്ഷേത്രവും തമ്മിൽ ഒരേ രീതിയിൽ കാണരുത്. രണ്ടും
ഗജാന്തരം എന്ന് പറയുന്ന ആ ഒരു വ്യത്യാസമാണ് ഉള്ളത്. ഒരു ഹിന്ദു മത ധർമ്മ പരിപാലന സംഘത്തെക്കുറിച്ച്, സഭയെക്കുറിച്ച് പറഞ്ഞല്ലോ. അത് അധികം നമ്മളങ്ങനെ കേട്ടിട്ടില്ല. അതിൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു അവസ്ഥ, ഇപ്പോഴും അത് നിലവിലുണ്ടോ? എന്താണ് അതിനെക്കുറിച്ച് കൂടുതലൊന്ന് പറയാമോ? പറയാം. ഇതിൻ്റെ പേര് തന്നെ ഒരു വിചിത്രത തോന്നുന്നുണ്ട്. ഹിന്ദു മതധർമ്മ പരിപാലനം. ഹിന്ദു ധർമ്മ പരിപാലനം അല്ലാതെ മതധർമ്മ പരിപാലനം. ആ കാലത്ത് ഹിന്ദു മതത്തിൽ ധർമ്മപരിപാലനമില്ല എന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമായി. ഇത് സ്ഥാപിച്ചത് മൂത്ത കുന്നത്തുള്ള ഉശിരുള്ള കുറച്ച് യുവാക്കളാണ്. ഈ യുവാക്കൾ എങ്ങനെ സ്ഥാപിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആന്ധ്ര സംസ്ഥാനത്ത് നിന്നും ഒരു മഹാപണ്ഡിതൻ മൂത്ത കുന്നത്തെത്തി. അത് എങ്ങനെ എത്തി എന്നൊന്നും അറിഞ്ഞുകൂടാ. സന്യാസിയല്ലേ, അദ്ദേഹം ഒരു സഞ്ചാരിയായിരിക്കാം, പണ്ഡിതനുമാണ് സന്യാസിയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് വെങ്കിടഗിരി ശാസ്ത്രി. ചുരുക്കി നമുക്ക് പറയാം വെങ്കിടഗിരി ശാസ്ത്രികൾ എന്നാണ്. മുഴുവൻ പേര് ബ്രഹ്മശ്രീ അഷ്ടാവധാനി പരിശുദ്ധ വിശിഷ്ട പരമത ഖണ്ഡന വെങ്കിടഗിരി ശാസ്ത്രികൾ. ഇപ്പം ശാസ്ത്രി എന്ന് പറയുമ്പോൾ ഒന്ന് ഓർക്കുക, അതൊരു ജാതിപ്പേരല്ല. അപൂർവം ചിലരെങ്കിലും അതൊരു ജാതിപ്പേരായിട്ട് കാണുന്നുണ്ട്. അന്നും ഇന്നും ഭാരതത്തിലുണ്ടായിരുന്ന കാശി വിദ്യാപീഠ് എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റി, അതായത് UGC അംഗീകാരമുള്ളതാണ്. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അംഗീകരിച്ച ഒരു യൂണിവേഴ്സിറ്റിയാണ്. പക്ഷേ അവർ വിശ്വവിദ്യാലയ് എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല, യൂണിവേഴ്സിറ്റി എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല. പകരം വിദ്യാപീഠ് എന്ന വാക്കേ ഉപയോഗിക്കൂ. ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാശി വിദ്യാപീഠ് വാരാണസി അതിലുണ്ടാവും. അവരുടെ BAക്ക് തുല്യമായ ഒരു പരീക്ഷയാണ് ശാസ്ത്രി പരീക്ഷ. കടുകട്ടി പരീക്ഷയാണ്. അപ്പോൾ ഞാൻ ഇത്ര വിശദമായിട്ട് പറയാം. ഒരിക്കൽ എനിക്ക് ഈ പരീക്ഷ ഒന്ന് എഴുതണമെന്ന് തോന്നി, ആ പേരും കൂടെ ചേർക്കാമല്ലോ. ഇപ്പോൾ പക്ഷേ ഈ പരീക്ഷ പാസ്സാകുന്നവരാരും ആ പേര് ചേർത്ത് കാണുന്നില്ല. ശാസ്ത്രി പരീക്ഷ പാസ്സായി കഴിഞ്ഞാൽ ഇവിടെ കേരള യൂണിവേഴ്സിറ്റിയിൽ തന്നെ തുടർന്ന് MA ചെയ്യാം. പക്ഷെ എൻ്റെ സിലബസ് വാങ്ങിച്ച് നോക്കിയപ്പോൾ എൻ്റെ ബുദ്ധിക്ക് അത് മുന്നോട്ട് പോകുന്നതല്ല. അത്ര കടുകെട്ടിയാണ് സംസ്കൃതം, കടുകെട്ടി സംസ്കൃതം. അങ്ങ് വേദകാലത്തുള്ളത് മുതൽ BA സിലബസിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നടക്കുന്ന ഒരു കാര്യമില്ല. നമ്മുടെ മുൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രി, അദ്ദേഹം ഈ പരീക്ഷ എഴുതിയിട്ടുണ്ട്. ഈ പരീക്ഷ പാസ്സാകുന്നവരെല്ലാം അന്നും ഇന്നും, അന്നൊക്കെ പറയുന്നത് 1000 പേര് എഴുതി കഴിഞ്ഞാൽ അതിൽ 100-ന് താഴെ ആൾക്കാരാണ് ശാസ്ത്രി എന്ന ഉപാധി കിട്ടുന്നത്. വളരെ 10% പോലും ആൾക്കാർ പാസ്സാവില്ലെന്നാണ്. ഇന്നും ഏതാണ്ട് സ്ഥിതി വളരെ മെച്ചപ്പെട്ടിട്ടില്ല, അതിനേക്കാൾ മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. വിജയം ഇന്നും കടുകട്ടി തന്നെയാണ്. ചില വാക്കുകളുള്ളപ്പോൾ, ഞാനത് പറയാൻ കാര്യം, ചില വാക്കുകളുള്ളപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ജാതിപ്പേരാണ്, അല്ലെങ്കിൽ ഇത് പാണ്ഡിത്യത്തിൻ്റെ പേരാണ്. ഇപ്പോൾ ഇതുപോലെ ഒരു പേരാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ ഈ പണ്ഡിറ്റ് എന്ന വാക്ക് കേൾക്കുമ്പോൾ വിചാരിച്ചു ഇദ്ദേഹം മഹാപണ്ഡിതനായിരുന്നു എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അതുകൊണ്ടാണ് പണ്ഡിറ്റ് എന്ന് പറയുന്നത്. പക്ഷെ പിന്നീട് ഉത്തരേന്ത്യയിൽ പോകുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ പണ്ഡിത് എന്ന് പറയുന്നത് ബ്രാഹ്മണ സമുദായത്തിൽ പൂജാതി കർമ്മങ്ങൾക്ക് പോകുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. ബ്രാഹ്മണ സമുദായത്തിൽ പൂജാതി കർമ്മത്തിൽ പോകുന്ന എല്ലാവരും പൂജാതി കർമ്മത്തിന് പോകില്ല ബ്രാഹ്മണ, അവർക്ക് ഓരോ തൊഴിലുണ്ട്. അപ്പോൾ അതിൽ ഈ പൂജാതി കർമ്മങ്ങൾക്ക് മാത്രം പോകുന്ന ആൾക്കാരെയാണ് പണ്ഡിത് എന്ന് ഉത്തരേന്ത്യയിൽ പറയുന്നത്. അപ്പോൾ ആ വിഭാഗത്തിൽ പെടുന്ന ആളാകാം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ഈ ആളാകാമെന്ന് പറഞ്ഞതിന് മറ്റൊരു കാര്യം കൂടെയുണ്ട്. ഞാൻ ഈ ചില പേരുകൾ കേൾക്കുമ്പോൾ ആ പേരിൻ്റെ അർത്ഥം ഒന്ന് നോക്കും, അതേത് ഭാഷയിലുള്ള വാക്കാണെന്ന് നോക്കും. അങ്ങനെ എനിക്ക് ഈ പേര്, ഈ ജവഹർലാൽ എന്ന് പറയുമ്പോൾ ജവഹർ രത്നമെന്ന് നേരത്തെ പഠിച്ചിട്ടുണ്ട്, ജവഹർ രത്നമെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്നാൽ രത്നത്തിന്
മറ്റു പല വാക്കുകളും നമ്മുടെ ഇന്ത്യൻ ഭാഷയിലുണ്ട്. അങ്ങനെ ഈ വാക്കിൻ്റെ ഉത്ഭവം നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജവഹർലാൽ എന്ന് പറയുന്നത് ഒരു അറബി ശബ്ദമാണ്. ഡിക്ഷണറിയിൽ ഇപ്പോഴും അങ്ങൊരു ഡിക്ഷണറി എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഉറുദു ഡിക്ഷണറിയൊക്കെ എടുത്ത് വെച്ച് നോക്കിയാൽ മതി, അതിൽ എഴുതിയിരിക്കും. ഓരോ ഡിക്ഷണറിയിലും ശബ്ദത്തിൻ്റെ റൂട്ട് എഴുതിയിരിക്കും. അപ്പോൾ ജവഹർലാൽ എന്നുള്ള വാക്ക് അറബിയാണ്. ലാൽ എന്ന വാക്ക് സംസ്കൃതത്തിലും ഉണ്ട്, അറബിയിലും ഉണ്ട്. രണ്ട് വ്യത്യസ്ത അർത്ഥം. സംസ്കൃതത്തിലാണെങ്കിൽ പുത്രൻ എന്നുള്ള അർത്ഥത്തിൽ പ്രവർത്തിച്ച് കാണും. അറബിക്കിലാണെങ്കിൽ പല അർത്ഥത്തിലുണ്ട്. അതായത് കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയുള്ളവരെയും ലാലെന്ന് പറയും അറബിക്കിൽ, അല്ല നാലാമത്തെ അർത്ഥമാണ്. അതേപോലെ ചുവപ്പ് എന്നൊരർത്ഥം കൂടെയുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത്, ജവഹർലാൽ എന്ന് പറയുന്നത് ചുവന്ന രത്നം, ചുവപ്പ്. ലാലിന് അറബിക്കിൽ ചുവപ്പ് എന്നൊരു അർത്ഥം കൂടെയുണ്ട്. അപ്പോൾ ഈ പേര് അറബി ഭാഷയിലുള്ളതാണ് എന്നുകൂടെ ഞാനൊന്ന് അറിവ് ഒന്ന് പങ്കുവയ്ക്കുന്നു, അത്ര തന്നെ. അങ്ങനെ ഈ ശാസ്ത്രി ഇവിടെ എത്തിച്ചേർന്നു. ഇദ്ദേഹം മുൻകൈയെടുത്താണ് ഇത് സ്ഥാപിക്കുന്നത്. ഹിന്ദുമത ധർമ്മ പരിപാലന സഭ സ്ഥാപിച്ചു. ഇത് നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയിരിക്കെ ഇദ്ദേഹം അപ്രത്യക്ഷനായി. ഈ വെങ്കിടഗിരി ശാസ്ത്രികൾ അപ്രത്യക്ഷനായി. എന്തുകൊണ്ട് അപ്രത്യക്ഷനായി എന്നൊന്നും അറിയില്ല. സന്യാസിമാരാണ്, പണ്ഡിതനുമാണ് സന്യാസിയുമാണ്. ഈ പണ്ഡിതന്മാർക്കും സന്യാസിമാർക്കും ഒക്കെ ഒരു ചെറിയൊരു കുഴപ്പമല്ല, ഒരു കുറവുമല്ല, ഒരു ശ്രേഷ്ഠതയെന്ന് തന്നെ പറയാം. ഒരു അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ ഒരു പക്ഷത്ത് നിൽക്കില്ല, അവർക്ക് നിൽക്കാൻ കഴിയില്ല. എല്ലാം ഒന്നാണല്ലോ, നമ്മൾ നേരത്തെ അദ്വൈതമൊക്കെ പറഞ്ഞതുപോലെ. ഒരു വശത്ത് നിൽക്കില്ല, അവരവിടെ നിന്ന് മാറിപ്പോയതാകാം. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം വന്നപ്പോൾ മാറിപ്പോയതാകാം. അപ്പോൾ ഈ സമയത്താണ്, ഏതാണ്ട് ഈ സമയം എത്തിയപ്പോഴത്തേക്കും നമ്മുടെ ഇദ്ദേഹം വെളുത്തേരി കേശവൻ വൈദ്യർ ഈ മൂത്തകുന്നം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരുന്നത്. അദ്ദേഹം ഇവിടെ വന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈദ്യം പഠിക്കാനാണ് എന്നാണ് പറയുന്നത്. വൈദ്യം പഠിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഇവിടെ വന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്കൊരു കാര്യം കൂടെ വിട്ടുപോയി. അധാർമികതയ്ക്കെതിരെ ശബ്ദമുയർത്തിയ ഒരു കൂട്ടം യുവാക്കളാണ് ഈ വെങ്കിടഗിരി ശാസ്ത്രികളുടെ കൂടെ ഉണ്ടായിരുന്നത്. നേരത്തെ തന്നെ അപ്പം നമുക്ക് മനസ്സിലാക്കാം, മൂത്തകുന്നം എന്ന് പറയുന്ന സ്ഥലത്ത് അധാർമികത ഉണ്ടായിരുന്നു. അതിന് ശബ്ദം ഉയർത്തിക്കൊണ്ടിരുന്ന ഒരു കൂട്ടം യുവാക്കൾ ഇങ്ങനെ ശബ്ദം ഉയർത്തിയപ്പോഴാണ് ഒരു ഈശ്വര പ്രത്യക്ഷപ്പെട്ടതുപോലെ ശാസ്ത്രികൾ ഇവിടെ വരികയും അദ്ദേഹം ഈ സഭ സ്ഥാപിക്കുകയും കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് തിരോധാനം ചെയ്തു. ഇത് 1882 ജൂൺ 8-ാം തീയതിയാണ് ഈ സഭ സ്ഥാപിക്കുന്നത്. ഏതാണ്ട് മലയാള വർഷം 1057 ഇടവം 27-ാം തീയതി ഇത് സ്ഥാപിച്ചു. ഇത് കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഈശ്വരവിശ്വാസവും സാത്വികമായ ജീവിതചര്യയും ജനസമൂഹത്തിൽ എത്തിക്കുക. ഇത് രണ്ടും കൂടെയാണ്, ഈശ്വരവിശ്വാസം, സാത്വികമായ ജീവിതചര്യ. അവിടെ ഞാൻ ഒന്നുകൂടെ എടുത്തു പറഞ്ഞത്, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്ത ഒരു കാര്യമാണ് സാത്വികമായ ജീവിതചര്യ. ഈശ്വരവിശ്വാസവും വളരെ കുറഞ്ഞു. ഈശ്വരവിശ്വാസം ഇന്നൊരു 60 വയസ്സ് കഴിഞ്ഞവർക്ക് മാത്രമേ ഈശ്വരവിശ്വാസം ഉള്ളൂ. ബാക്കി എല്ലാവരും ജ്ഞാനം നേടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ എന്നാലും ജ്ഞാനം നേടി പോകുന്നവർ ഒരു കാര്യം ഓർക്കുക, ജ്ഞാനം ഇല്ലാത്ത ഈശ്വരഭക്തിയും ഈശ്വരഭക്തി ഇല്ലാത്ത ജ്ഞാനവും ഇല്ലാത്തതിന് സമമാണ്. ഇപ്പം എന്ത് നേടണമെങ്കിലും ജ്ഞാനത്തിനോടൊപ്പം ഈശ്വരഭക്തി ഉണ്ടെങ്കിലേ ആ ജ്ഞാനം നമുക്ക് കരസ്ഥമാക്കാൻ പറ്റൂ. വാരണപ്പള്ളിയുടെ ഉപരിപഠനത്തിന് ശേഷം നമ്മുടെ വെളുത്തേരി കേശവൻ വൈദ്യർ ഇവിടെ മൂത്തകുന്നത്ത് വന്നു. വൈദ്യം പഠിക്കാനാണ് വന്നത്. എന്ന് വന്നു, എവിടെ വന്നു, എവിടെ മൂത്തകുന്നത്ത് വന്നു. മൂത്തകുന്നത്ത് ആരുടെ കീഴിൽ നിന്ന് വൈദ്യം പഠിക്കാനാണ് വന്നത് എന്നാ എവിടെ വന്നു?
ആരുടെ കൂടെ വന്നു എന്നൊന്നും ഒരു അറിവുമില്ല. അതിനെക്കുറിച്ചുള്ളതൊന്നും നമുക്ക് ചരിത്രം ലഭ്യമല്ല. അദ്ദേഹം വൈദ്യം പഠിക്കാൻ വേണ്ടി ഇവിടെ വന്നു. അപ്പോൾ അങ്ങേക്കൊരു സംശയം ഉണ്ടാകും, ഊഹിച്ച് പറയുന്നതാണോ? വൈദ്യം പഠിക്കാൻ വേണ്ടി ഇവിടെ എന്ന് വന്നെന്നറിയില്ല, ഈ ആരുടെ കീഴിൽ പഠിച്ചു എന്നറിയില്ല. അപ്പോൾ അങ്ങനെയാണോ? അല്ല. നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ, അതായത് വെളുത്തേരി കേശവൻ വൈദ്യർക്ക് ഒരു ശിഷ്യനുണ്ട്, മൂത്തകുന്നം CK നാരായണൻ. മൂത്തകുന്നം CK നാരായണൻ. ഈ CK നാരായണനും എന്ത് തന്നെയാണ് വൈദ്യം പഠിച്ച് ഇദ്ദേഹത്തിൻ്റെ കീഴിൽ. മൂത്തകുന്നം നേരത്തെയും ഇത് നമ്മുടെ വെളുത്തേരി നേരത്തെയും വൈദ്യം പഠിച്ചിട്ടുണ്ട്. അക്കാലത്ത് വിദ്യാഭ്യാസത്തിൻ്റെ കൂടെ കിട്ടുന്നതാണ് ഒരു ചെറിയൊരു വൈദ്യത്തിൻ്റെ അറിവ്. ഇന്നതില്ല. അതുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയധികം ആശുപത്രികൾ പൊന്തി വരുന്നത്. ഉത്തരേന്ത്യയിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വളരെ കാലം താമസിച്ചിട്ടുണ്ട്. ആശുപത്രിയിൽ രോഗം വന്ന് ആശുപത്രിയിൽ പോകുന്ന ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ്. അവർക്കറിയാവുന്നുള്ള ഗ്രഹവൈദ്യങ്ങളെല്ലാം ചെയ്യും. അതിലൊന്നും കുറവില്ലെങ്കിൽ മാത്രമേ അവർ ആശുപത്രിയിൽ പോകും. ഇവിടെ നമ്മളങ്ങനെയല്ലല്ലോ. പനി വന്നാൽ അപ്പോൾ എത്തിയിരിക്കും, പാരസെറ്റമോൾ വാങ്ങി കഴിച്ച് ലിവറിനെ ഇല്ലാതാക്കും. അങ്ങനെ സ്ഥിരം ലിവറിനെ ഇല്ലാതാക്കി പിന്നെ ലിവറിൻ്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കും. അതാണ് നമ്മുടെ. അപ്പോൾ അദ്ദേഹം 1914 മിതവാദി പത്രത്തിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. 1914 മിതവാദി എന്ന് പറഞ്ഞൊരു പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നു. അതിലാണ് ഈ തൻ്റെ ഗുരുവിനെക്കുറിച്ച്, മൂത്തകുന്നത്ത് വെളുത്തേരി ഒരു മഹാവൈദ്യനായി ഇവിടെ പഠിക്കാൻ വന്നിടത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ചു, അദ്ദേഹത്തിൻ്റെ കൂടെയല്ല അദ്ദേഹത്തിൽ നിന്നും പഠിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ എഴുതിയിരിക്കുന്നു. എന്തു തന്നെയായാലും ഹിന്ദു മത ധർമ്മ പരിപാലന സഭയുടെ മുഖ്യ മാർഗദർശിയായിരുന്നു നമ്മുടെ വെളുത്തേരി കേശവൻ വൈദ്യർ. അദ്ദേഹം ഇവിടെ വന്നപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. സാഹചര്യം അതായിരുന്നു. വെങ്കിടഗിരി ശാസ്ത്രികൾ ഇല്ല, ഇത് നിലച്ചു പോകുമെന്നുള്ള ഒരവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. ഈ മൂത്തകുന്നത്തിന് ശ്രീനാരായണ മംഗലം എന്ന പേര് നൽകിയത് ഇദ്ദേഹമാണ്. പിന്നീട് ഇതിൻ്റെ ഈ സ്ഥലത്തിൻ്റെ പേര് തന്നെ മാറ്റി ശ്രീനാരായണ മംഗലം. അവിടെ ശ്രദ്ധിക്കുക, ഒരു കാലത്ത് ശ്രീനാരായണ ഗുരുവിനെ മീൻ തീറ്റിക്കാൻ വേണ്ടി ശ്രമിച്ച വെളുത്തേരി കേശവൻ വൈദ്യർ ഇന്ന് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം അറിയാതെ, എന്നുവെച്ചാൽ അദ്ദേഹത്തിനോട് അത്രത്തോളം ഭക്തി ഉള്ളതുകൊണ്ട് ഒരു സ്ഥലത്തിന് തന്നെ അവൻ കൊടുക്കുകയാണ്. അങ്ങനെ മൂത്തകുന്നം ശ്രീനാരായണ മംഗലം എന്ന പേരിൽ അറിയപ്പെട്ടു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ഈ ശൃംഗാര കവി ഇന്ന് ഭക്തിയുടെ മാർഗത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മുടെ പ്രതിപാദ്യ പുരുഷനിലേക്ക് വരാം. ഗുരുവും ശിഷ്യനും ആണ് മൂത്തകുന്നത്ത് എത്തിയത്. അതായത് ഗുരു എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരു, ശിഷ്യൻ എന്ന് പറയുന്നത് ദിവ്യശ്രീ ശിവലിംഗദാസ സ്വാമികൾ. ഇവർ രണ്ടുപേരും കൂടെ മൂത്തകുന്നത്ത് വരുന്നു. 1070 മിഥുന മാസം, 1070 മിഥുന മാസത്തിലാണ് ഗുരു സേവിതനായി ശിഷ്യൻ ഗുരുവിനെ സേവിച്ചുകൊണ്ട്, അതായത് ഗുരുവാണ് ഈ സ്ഥലത്തേക്ക് വരുന്നത്, അപ്പോൾ അദ്ദേഹത്തെ സേവിക്കാൻ ശിഷ്യനുണ്ടാവുമല്ലോ, ആ സേവിതനായി ഇവിടെ വന്നു. ഒപ്പം കുറച്ച് മറ്റ് സന്യാസിമാരും ഗുരുവിനോടൊപ്പം ഉണ്ടായിരുന്നു. ഇവിടെ ദിവ്യശ്രീ ശിവലിംഗദാസ് സ്വാമികൾ എത്ര കാലം താമസിച്ചു എന്നതിന് വ്യക്തമായ തെളിവുകളൊന്നുമില്ല. ഇവിടെ അദ്ദേഹം കുറച്ചു കാലം ഉണ്ടായിരുന്നു. വന്നത് 1070 മലയാള മാസം 1070 വന്നത്. എത്ര കാലം സ്ഥാപിച്ചു എന്നതിന്, എത്ര കാലം താമസിച്ചു എന്നതിന് വ്യക്തമായ തെളിവുകളൊന്നും ലഭ്യമല്ല. എന്നാൽ നമുക്ക് ഒരു 2-3 വർഷം അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. ഇനി നമ്മുടെ ശിവലിംഗദാസ സ്വാമികൾ എന്തുകൊണ്ട് ഇവിടെ വന്നു, അതിനും തെളിവില്ല.
ഗുരു സേവിതനായിട്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ ഗുരു പോകുമ്പോൾ അതേപോലെ പോകും. പക്ഷെ ഇദ്ദേഹം ഇവിടെ വരാനുള്ള കാരണം എന്താണ്? കാര്യം ഇവിടെ കുറച്ചു കാലം ഉണ്ടായിരുന്നു. അപ്പം അതിന് ഈ ഇവിടെ ബന്ധപ്പെട്ട ഈ മൂത്തകുന്നത്തിൻ്റെ ചരിത്രം അതിൽ പറയുന്ന കാര്യമെന്ന് പറയുന്നത്, ഒന്നുകിൽ ശ്രീനാരായണ ഗുരു നിർദ്ദേശിച്ചിരിക്കാം പിൽക്കാലത്ത്, ഇത് അവരന്ന് വന്ന് തിരികെ പോയതിന് ശേഷം, അല്ലെങ്കിൽ അന്ന് തന്നെ നീ ഇവിടെ നിന്നോ എന്ന് നിർദ്ദേശിച്ചിരിക്കാം. അതല്ല എങ്കിൽ വെളുത്തേരി കേശവൻ വൈദ്യർ അവിടെ നിൽക്കാൻ വേണ്ടി അറിയിച്ചിരിക്കാം. ഇവരിവിടെ വരുമ്പോൾ വെളുത്തേരി അവിടെ ഇല്ല. പക്ഷേ ഈ നമ്മുടെ ദിവ്യശ്രീ ശിവലിംഗദാസ സ്വാമികളുടെ ഗുരുവാണ് വെളുത്തേരി. ഒരു ചെറിയൊരു കാലത്ത്, അതായത് ശ്രീനാരായണ ഗുരു കുറച്ച് സംസ്കൃതം പഠിക്കാൻ വേണ്ടി വെളുത്തേരിയുടെ കൂടെ അയച്ചിരുന്ന ഒരു സത്സംഗത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ശിവലിംഗദാസ് സ്വാമികൾക്ക് ആ പഠനം അത്ര ഇഷ്ടപ്പെട്ടില്ല. സംസ്കൃതം പഠിക്കാൻ വന്ന അദ്ദേഹത്തിന് ശൃംഗാരമാണ്, ശൃംഗാരത്തിനോട് അദ്ദേഹത്തിന് വിയോജിപ്പാണ്. അപ്പോൾ കുറച്ചു കാലം പഠിച്ചു. അപ്പോൾ കുറച്ചു കാലം ആ പഠിച്ചിരുന്നുകൊണ്ട് ഗുരുവാണല്ലോ. അപ്പോൾ ഇവർ രണ്ടുപേരും ദിവ്യശ്രീ ശിവലിംഗദാസ് സ്വാമികളുടെ ഗുരുവാണ്. ആ ഗുരുവായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ട് ഇവിടെ വന്നതും ആകാം. ഇതിലേത് കാരണം വേണോ ആകാം. ഇവിടെ ഉണ്ടായിരുന്ന ഈ മൂത്തകുന്നം എന്ന് പറയുന്ന പ്രദേശത്തെ അന്നത്തെ അവസ്ഥയെന്ന് പറയുന്നത് അന്യോന്യം കലഹം. ആൾക്കാർ, ഇവിടുത്തെ ജനങ്ങൾ, സമൂഹ വ്യവസ്ഥിതി അന്യോന്യം കലഹം, അധികം അടിപിടി, വഴക്കും അടിപിടിയും. പിന്നെ എന്താണ്? അനൈക്യം. ഒരു ഐക്യവുമില്ല, അനൈക്യം. അതിൻ്റെ കൂടെ വരുന്നതാണ്, അനൈക്യത്തിൻ്റെ കൂടെ വരുന്നതാണ് അസൂയ. അപ്പോൾ അനൈക്യം വരുമ്പോൾ അവൻ നിന്നാവുന്നു, അസൂയ വരും. അന്ധവിശ്വാസ നിബിഡം. അന്ധവിശ്വാസ നിബിഡം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഈ അടുത്ത കാലത്ത് വരെ പല ക്ഷേത്രങ്ങളിലും ബലികൾ നടത്തിയിരുന്ന ഒരു കാലഘട്ടം ആണ്. അപ്പോൾ അന്ന് എങ്ങനെ 1880 കാലഘട്ടത്തിലൊക്കെ എങ്ങനെ ആയിരിക്കും എന്നറിയാമല്ലോ. ഇതുകൊണ്ട് ഏറ്റവും കൂടുതൽ ജാതീയമായി പറയാമെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് ഈഴവ സമുദായമാണ്. ജാതീയമായി പറയാമെങ്കിൽ ഈ സമുദായം തന്നെ പരസ്പരം അടിപിടി, വേണ്ട എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്ത് ജീവിക്കുന്ന, വേണമെങ്കിൽ ഒരു ഗുണ്ട സ്ഥലമെന്നോ ഒക്കെ പറയാവുന്ന രീതിയിലാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. പണമുള്ളവൻ എന്ത് ചെയ്താലും മറ്റവൻ സഹിച്ചോളും. ഇങ്ങനെയുള്ളൊരു സ്ഥലത്താണ് ദിവ്യശ്രീ ശിവലിംഗദാസ് സ്വാമികൾ വരുന്നത്. അദ്ദേഹം ഇവിടെ വന്ന് ഈ അനൈക്യത്തെ നശിപ്പിച്ചു, അസൂയയെ നശിപ്പിച്ചു, നിബിഡമായ അന്ധവിശ്വാസത്തെ നശിപ്പിച്ചു. അങ്ങനെ ഈ പരസ്പര കലഹം എന്തൊക്കെ ഈ സ്ഥലത്തെ മാറ്റിയെടുക്കാൻ പറ്റുമോ അതെല്ലാം മാറ്റിയെടുക്കുന്നതിൽ ഇദ്ദേഹം 99% 100% വിജയിച്ചു. അതാണ് അദ്ദേഹത്തിൻ്റെ കഴിവ്. ചില അധ്യാപകരുണ്ട്, ചില അധ്യാപകർ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ പഠിക്കാത്ത പിള്ളേരായിരിക്കും ക്ലാസ്സിലിരിക്കുന്നത്. ചില അധ്യാപകർ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ പിള്ളേർ പഠിക്കും. എന്നുവെച്ചാൽ 100 കുട്ടികളിരിക്കാൻ 100 പേരും പഠിക്കുമെന്നല്ല, അതിൽ ഭൂരിപക്ഷവും പഠിക്കും. നല്ല രീതിയിൽ ആ ക്ലാസ് നടക്കുകയും ചെയ്യും. അവിടെ എന്താണ്, ഈ വരുന്ന അധ്യാപകന് ആ അധ്യാപകൻ്റെ കയ്യിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് കുട്ടികൾക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കണമെന്ന് അധ്യാപകനറിയാം. കാര്യം അവതരിപ്പിക്കാൻ ഒരു ശൈലി വേണമല്ലോ. ആ ശൈലി ഇയാളുടെ കയ്യിലുള്ള, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ് അവർ വിജയിക്കുന്നത്. അതേപോലെ ഇദ്ദേഹം 100% അവിടെ വിജയിച്ചു. ഇനി മൂത്തകുന്നം ക്ഷേത്ര സ്ഥാപനമാണ്. ശ്രീനാരായണ ഗുരുദേവനും ശിവലിംഗദാസ സ്വാമികളും മൂത്തകുന്നത്ത് എത്തിയ കാര്യം അങ്ങ് സൂചിപ്പിച്ചല്ലോ. അവിടെയും ഗുരുദേവൻ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. നല്ല പ്രവർത്തനം, മെച്ചപ്പെട്ട പ്രവർത്തനം. ഗുരുവിൻ്റെ നിർദ്ദേശത്തിൽ ശിക്ഷ നടത്തി. അവിടെ ഒരു ചരിത്ര സംഭവം ഉണ്ടായി. ആ ചരിത്ര സംഭവം എന്ന് പറയുന്നത് ശ്രീനാരായണ മംഗലം ക്ഷേത്ര പ്രതിഷ്ഠയാണ്. നേരത്തെ അവിടെ ഒരു
ക്ഷേത്രം ഉണ്ടായിരുന്നു. ആ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ നമ്മുടെ വെളുത്തേരി കേശവൻ വൈദ്യർ നിശ്ചയിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ ഇന്നത് പൂജകൾക്കാകാമെന്ന് അദ്ദേഹവും നിശ്ചയിച്ചു. അദ്ദേഹം ഇപ്പം ഞാൻ അതാ നേരത്തെ പറഞ്ഞത്, ഭക്തിയുടെ ഭാവത്തേക്ക് വന്നു. എന്നാൽ ആ ക്ഷേത്രം പുതുക്കിപ്പണിത് 1078 മലയാള വർഷം 1078 മകരമാസം 2-ാം തീയതി തിങ്കളാഴ്ച രേവതി നക്ഷത്രവും ഷഷ്ടിപക്കവും കൂടെ ചേർന്ന് വരുന്ന ആ ദിവസം ഗുരുദേവൻ അവിടെ ഒരു ശിവപ്രതിഷ്ഠ നടത്തി. ശിവപ്രതിഷ്ഠയോടൊപ്പം തന്നെ സുബ്രഹ്മണ്യനെയും ഗണപതിയെയും പ്രതിഷ്ഠിച്ചു. പിന്നെ കലശം പൂജ നടത്തി. അതൊരു ഈ ചരിത്ര സംഭവത്തിന് നമ്മുടെ ചട്ടമ്പി സ്വാമികൾ വരെ എത്തിച്ചേർന്നിരുന്നു. ചട്ടമ്പി സ്വാമികൾ അരീപ്പുറം ക്ഷേത്രപ്രതിഷ്ഠയുമായി ഗുരുദേവനുമായി സംസാരിക്കുന്ന സമയത്ത് അത് ശരിയായിരുന്നില്ല, ആ ക്ഷേത്രപ്രതിഷ്ഠ അത് എല്ലാവർക്കും നടത്താവുന്നതുള്ളതല്ല എന്നുള്ള അർത്ഥത്തിൽ, എന്നുള്ള ധ്വനിയിൽ സംസാരിച്ചിരുന്നു. ആ മഹത് വ്യക്തിത്വമാണ് ഇവിടെ ഗുരുദേവൻ നടത്തുന്ന ക്ഷേത്രപ്രതിഷ്ഠയിൽ എത്തിച്ചേർന്നത്. അപ്പം അംഗീകാരത്തിൻ്റെ ആ വഴികൾ നോക്കണം. ഗുരുദേവൻ്റെ എല്ലാ ശിഷ്യന്മാരും അന്ന് ഉണ്ടായിരുന്നു. സാധാരണ ക്ഷേത്രപ്രതിഷ്ഠ നടത്തുമ്പോൾ പദവി നിശ്ചയിക്കൽ, അതായത് നിത്യനിദാന പൂജാവിധി, അതിനെ പദവി നിശ്ചയിക്കൽ എന്നാണ് പറയുന്നത്. അത് നിത്യനിദാന പൂജാവിധി. ആ പദവി നിശ്ചയിക്കൽ നടത്തുന്നത് ക്ഷേത്രപ്രതിഷ്ഠകൻ തന്നെ. അക്കാര്യത്തിൽ ഏതൊരു സംശയവുമില്ല. എന്നാൽ ചരിത്രത്തിലാദ്യമായി ഈ ക്ഷേത്രപ്രതിഷ്ഠകൻ, അതായത് ശ്രീനാരായണ ഗുരു, ആ പദവി നിശ്ചയിക്കൽ നടത്തിയില്ല. പകരം അത് ശിവലിംഗദാസ സ്വാമികളോട് പറഞ്ഞു. അപ്പം ഈ ക്ഷേത്രത്തിലെ പദവി നിശ്ചയിക്കൽ ശിവലിംഗദാസ സ്വാമികളാണ് നടത്തിയത്. ഒരു പക്ഷേ ലോക ചരിത്രത്തിൽ തന്നെ ഇന്നോളം മറ്റൊരു ക്ഷേത്രത്തിലും ഇങ്ങനെ സംഭവിച്ചിട്ടില്ലായിരിക്കാം. പ്രതിഷ്ഠ കഴിഞ്ഞാൽ ഇവിടെ ഇന്ന പൂജ വേണം, ഇന്ന മന്ത്രങ്ങൾ പറയണം എന്ന് പറഞ്ഞിട്ട് അവർ അതിൻ്റെ ഇതും കൊടുത്തിട്ട് പോവുകയാണ്. പക്ഷെ ഇത് ദിവ്യശ്രീ ശിവലിംഗദാസ് സ്വാമികളെ കൊണ്ട് ചെയ്യിപ്പിച്ചു. കാര്യം, ഇപ്പോൾ ദിവ്യശ്രീ ശിവലിംഗദാസ സ്വാമികളെ ജനം ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിപുരുഷനായിട്ടാണ് കാണുന്നത്. ശ്രീനാരായണ ഗുരുവായിട്ട് കാണുന്നവരുമുണ്ട്. ആ രീതിയിൽ കണ്ടു തുടങ്ങി. അത് ഗുരുദേവൻ മനസ്സിലാക്കി. ഞാൻ തന്നെയാണ് ദിവ്യശ്രീ ശിവലിംഗദാസ് സ്വാമികൾ. അതിന് വേറൊരു ഉദാഹരണം കൂടെ പറയാനുണ്ട്. അത് പിന്നീട് ഒരിക്കൽ പറയാം. ഒരിക്കൽ ഗുരുവിൻ്റെ പാദം തന്നെ, ഗുരു ശിഷ്യൻ്റെ പാദം തന്നെ കഴുകിയ ഒരു സംഭവം മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ജനം കാണുന്നത് പോലെ തന്നെ ഗുരു ശിഷ്യനെയും കണ്ടിരുന്നു. അപ്പോൾ പദവി നിശ്ചയിക്കൽ അദ്ദേഹമാണ് നടത്തിയത്. ഇനി ഈ സ്ഥലത്ത് ശിവലിംഗദാസ സ്വാമികൾ വളരെ പ്രശസ്തനായി തീർന്നു. ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ തന്നെ സമീപ പ്രദേശങ്ങളിലുള്ള ആൾക്കാരെല്ലാം കൂടെ ഇവിടെ വരുമായിരുന്നു. ഇതിൻ്റെ സമീപ പ്രദേശത്ത്, സമീപമെന്ന് വെച്ചാൽ തൊട്ടടുത്തല്ല ഉദ്ദേശിക്കുന്നത്, ഇത്തിരി അകലയിൽ നിന്നും 10-50 കിലോമീറ്റർ അകലയിൽ നിന്ന് പോലും ശിവലിംഗദാസ സ്വാമികളെ കാണാൻ വേണ്ടി ആൾക്കാരിവിടെ വന്നിരുന്നു. തുടർന്ന് ഇവിടെ പരവൂർ ശിവലിംഗദാസ ചരണാലയ സമാജം, പരവൂർ ശിവലിംഗദാസ ചരണാലയ സമാജം എന്നൊരു സംഘടനയ്ക്ക് നാട്ടുകാർ രൂപം കൊടുത്തു. ഇത് രൂപം കൊടുക്കുകയും അത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരികയും ചെയ്തു. ഇതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ കീഴിൽ, അതായത് ശ്രീനാരായണമംഗലം ക്ഷേത്രത്തിൻ്റെ കീഴിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒന്നൊന്നായിട്ട് ഉയർന്നു വന്നു. ഇദ്ദേഹത്തിൻ്റെ കാവ്യരചന തുടർന്നുകൊണ്ടേയിരുന്നു. ആ കാവ്യരചനയിലുള്ള ചില
പുസ്തകങ്ങൾ ഈ പരവൂർ ശിവലിംഗദാസ ചരണാലയ സമാജം പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. എന്നുവെച്ചാൽ കാലഘട്ടം ആ പ്രദേശത്തുകാർക്ക് കൺകണ്ട ദൈവമായി മാറുകയാണ് ശിവലിംഗദാസ സ്വാമികൾ. ശിവലിംഗദാസ സ്വാമികൾ ഇപ്പം വളരെ പ്രശസ്തനായി വന്നുകൊണ്ടേയിരിക്കുകയാണ്. പലരും അദ്ദേഹത്തെ സമീപിച്ച് സംശയങ്ങൾ നിവാരണം ചെയ്യുകയോ പ്രശ്ന പരിഹാരങ്ങൾ ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവാം. അപ്പം ഗുരുവിനോളം വളർന്ന ഒരു ശിഷ്യൻ തന്നെയാണ് സ്വാമികൾ. അദ്ദേഹം എന്തെങ്കിലും കൃതികൾ രചിച്ചതായിട്ട് അറിവുണ്ടോ? അനേകം കൃതികൾ ദിവ്യശ്രീ ശിവലിംഗദാസ് സ്വാമികൾ രചിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നത് ലഭ്യമല്ല. അപ്പം ലഭ്യമല്ല എന്ന് പറയുമ്പോൾ കെട്ടുകഥ എന്ന് തോന്നിയേക്കാം. അദ്ദേഹം അനേകം കൃതികൾ രചിച്ചു, ഇന്ന് ലഭ്യമല്ല, അവ വെറുതെ പറയുന്നതാണ് എന്ന് നമുക്ക് തോന്നിയേക്കാം. അങ്ങനെയല്ല. അപ്പോൾ ഉദാഹരണമായിട്ട് ശ്രീനാരായണ ഗുരു ശതകം എന്ന് പറയുന്ന ഒരു കൃതി, ശതകമെന്ന് പറയുമ്പോൾ തന്നെ അറിയാം അതിൽ 100 ശ്ലോകങ്ങളുണ്ടാകും. അപ്പം ശ്രീനാരായണ ഗുരുവിൻ്റെ മഹിമാവിശേഷം അനാവരണം ചെയ്യുന്ന ഒരു കൃതിയാണ്. ശ്രീനാരായണ ഗുരുവിന് എന്തൊക്കെ മഹിമകളുണ്ടോ ആ മഹിമകളെല്ലാം ഈ കൃതിയിൽ അനാവരണം ചെയ്യുന്നുണ്ട്, തുറന്നു കാട്ടുന്നുണ്ട്. അങ്ങനെ ഒരു 100 ശ്ലോകങ്ങളാണ് ഇദ്ദേഹം രചിച്ചത്, ശുദ്ധമായ സംസ്കൃത ഭാഷയിൽ. ഈ കൃതി ലഭ്യമല്ല. അപ്പോൾ ശ്രോതാക്കൾക്ക് തോന്നിയേക്കാം, ലഭ്യമല്ലെങ്കിൽ പിന്നെ എനിക്കെങ്ങനെ കിട്ടി എന്നൊരു തോന്നൽ വരാം. ദിവ്യശ്രീ ചൈതന്യ സ്വാമികൾ ഗുരുദേവ ആരാധനയ്ക്കുള്ള ശ്രീനാരായണ ഗുരു പുഷ്പാഞ്ജലി മന്ത്രം രചിച്ചു. ഗുരുദേവ ആരാധനയ്ക്ക് വേണ്ടി ശ്രീനാരായണ ഗുരു പുഷ്പാഞ്ജലി മന്ത്രം എന്ന് പറഞ്ഞിട്ട് ചൈതന്യ സ്വാമികളാണ് രചിച്ചത്. അദ്ദേഹം അത് രചിക്കുമ്പോൾ അതിൻ്റെ മുഖവിരയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാനിത് രചിക്കുന്നത് ശ്രീനാരായണ ഗുരു ശതകം ശിവലിംഗദാസ സ്വാമികളുടെ ശതകത്തിൽ നിന്നും ഉൾക്കൊണ്ടാണ് ഞാൻ ഈ പുഷ്പാഞ്ജലി മന്ത്രം രചിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഏത് ഗ്രന്ഥത്തെയാണോ പുരസ്കരിച്ച് ഇദ്ദേഹം എഴുതിയത് ആ ഗ്രന്ഥം ഇന്ന് ലഭ്യമല്ല. അതിന് ഒരു കാരണമായിരിക്കില്ല ലഭ്യമല്ലാത്തതിന്, പല കാരണമായിരിക്കാം. നമ്മുടെ പല സംസ്കാരങ്ങളും കയ്യേറ്റക്കാരോ കുടിയേറ്റക്കാരോ നശിപ്പിച്ചിട്ടുണ്ട്. അത് ബാഹ്യമായിട്ട് വലിയ നളന്ദ സർവകലാശാലകൾ മാത്രമല്ല തീയിട്ടത്. ഈ ചില വിഭാഗക്കാർ എവിടെയൊക്കെ വന്നിട്ടുണ്ടോ അവിടെയൊക്കെ ഉള്ള പുസ്തകശാലകൾ തീയിടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അവർക്ക് ഭരണത്തിൻ്റെ പിൻബലമുണ്ട്. ഭരണത്തിൻ്റെ പിൻബലം വെച്ചിട്ട് പുസ്തകങ്ങളെ നശിപ്പിക്കുക, അല്ലെങ്കിൽ ആ സംസ്കാരത്തെ നശിപ്പിക്കുക എന്നൊരു പ്രത്യേക കഴിവ് തന്നെ ഇക്കൂട്ടർക്കുണ്ടായിരുന്നു. അപ്പോൾ അതിലേത് കാരണവുമാകാം. കാരണം എന്താണ് ഈ പുസ്തകം കിട്ടാത്തതെന്നൊന്നും പറയാൻ പറ്റുന്നില്ല. ചിലപ്പോൾ ഇതും ഒരു കാരണമാകാം. എല്ലാവരും തങ്ങളുടെ ശ്രദ്ധ ഗുരുവിലേക്ക് തന്നെ തിരിച്ചു. ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ ഗുരുവിലേക്കാണല്ലോ. അതുകൊണ്ടാണല്ലോ തൻ്റെ ഗുരുവിനെക്കുറിച്ച് 100 ശ്ലോകങ്ങൾ എഴുതാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഇദ്ദേഹത്തെ ആരും ശ്രദ്ധിക്കാതെ പോയതും ആകാം. എന്നാലും ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരുന്നു. പക്ഷേ പിന്നീട് എവിടെ വെച്ച് നഷ്ടപ്പെട്ടു എന്ന് വ്യക്തമല്ല. ഈ ഒരു തെളിവ് മാത്രമേ ഉള്ളൂ ചൈതന്യ സ്വാമികൾ പറയുന്ന. അങ്ങനെ ഈ മൂത്തകുന്നത്ത് ഇദ്ദേഹം പരവൂര് മൂത്തകുന്നത്തുള്ളപ്പോൾ സ്വാമികൾക്ക് ലഭിച്ച സമാരാധന അത്ഭുതാവകമായിരുന്നു. ജനങ്ങൾ ഒന്നടങ്കം അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നു എന്നുള്ളതാണ്. പിന്നീട് ഇദ്ദേഹം ശിവഗിരിയിൽ വെച്ച് ശിവഭക്തി പ്രകാശം എന്നൊരു കൃതിയും എഴുതിയിട്ടുണ്ട്. ശിവഭക്തി പ്രകാശം. ആ കൃതി പരവൂർ ശ്രീ ശിവലിംഗദാസ് ചരണാലയ സമാജമാണ് അതും പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ ഈ ചരണാലയ സമാജം ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തി വാനോളം ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ പരമാവധി സഹായിച്ചിട്ടുണ്ട്.
ഇനി നമ്മൾ ശിവഗിരിയെക്കുറിച്ച് നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇദ്ദേഹം മൂത്ത കുന്നത്ത് ഇദ്ദേഹത്തിൻ്റെ കർമ്മകാണ്ഡം പൂർത്തിയായി. അവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഒരു സ്ഥലത്ത് കർമ്മകാണ്ഡം പൂർത്തിയായി കഴിഞ്ഞാൽ സന്യാസിമാർ പൂർവ്വ സ്ഥലത്തേക്ക് എത്തിച്ചേരും. പൂർവ്വസ്ഥലം എന്ന് പറയുന്നത് അരീപ്പുറമാണ്. അരീപ്പുറത്ത് എത്തിച്ചേർന്നു. അരുവിപ്പുറം എന്ന് പറയുന്നത് അന്ന് ഗുരുവിൻ്റെ പ്രധാന ആസ്ഥാനമായിരുന്നു. അവിടെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. താൻ ആദ്യമായി തൻ്റെ ഗുരുവിനെ കണ്ട സ്ഥലം ഇന്ന് എന്തെന്നില്ലാത്ത മാറ്റം. വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹം ഇപ്പോൾ ഇവിടെ വരുന്നത്. എന്തെന്നില്ലാത്ത മാറ്റം. ആ മാറ്റം അതിനേക്കാൾ ഭക്തജന പ്രവാഹം. അപ്പം നേരത്തെ പറഞ്ഞു, ഇത് എപ്പോഴും ഒരു അന്തർമുഖത്വമാണ്. അതിന് കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന അന്തർമുഖത്വം ആയിരിക്കില്ല. ചില കുട്ടികൾ അന്തർമുഖി എന്ന് വെച്ചാൽ ബാക്കിയുള്ളവർ ഇതല്ല. ചിലപ്പോൾ ഈ സാധാരണ ആൾക്കാരുടെ മാനസിക അവസ്ഥയും ഇദ്ദേഹത്തിൻ്റെ മാനസിക അവസ്ഥയും ഒന്നായിരിക്കില്ല. അപ്പോൾ അവരെ ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പോൾ ഇവർക്ക് അത്യാവശ്യം വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും കൊടുത്തതിന് ശേഷം ഇത് നേരെ ഗുരുവിൻ്റെ കൊടുതൂക്കി മലയിലേക്ക് അങ്ങ് കയറിപ്പോകും. അത് ഗുരുവിൻ്റെ കൊടുതൂക്കി മലയെന്ന് വെച്ചാൽ അന്ന് അധികം ആരും അങ്ങോട്ട് കയറാറില്ല. നിബിഡമാണ്, വനനിബിഡമാണ്. നേരെ അവിടെ പോയി ഏകാന്തതയിലിരിക്കും. ഏതാണ്ട് ഈ സമയത്താണ് SNDP സ്ഥാപിക്കുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1903 വാവൂട്ടി യോഗം പിന്നീട് SNDP യോഗം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗമായിട്ട് മാറുകയായിരുന്നു. 94 SNDP യോഗം സ്ഥാപിച്ചതിന് ശേഷം 1904 കൊല്ലവർഷമായാൽ 1078, 79 ആ ഫെബ്രുവരി മാസത്ത് നമ്മുടെ ഗുരുദേവൻ തൻ്റെ ആസ്ഥാനം കൈതക്കോണത്തേക്ക് മാറ്റി. നേരത്തെ പറഞ്ഞിട്ടുണ്ട് കൈതക്കോണം ശിവഗിരി, കൈതക്കോണം കുന്നാണ് പിന്നീട് ശിവഗിരി മഠമായി തീരുന്നത്. തൻ്റെ ആസ്ഥാനം കൈതക്കോണത്തേക്ക് മാറ്റി. ആ കാര്യം നമ്മളൊരു സത്സംഗത്തിൽ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാരണങ്ങളെല്ലാം അവിടെ ഉണ്ട്. അന്ന് വരെ എല്ലാവരും ധരിച്ചിരുന്നത് അദ്ദേഹം തൻ്റെ ആസ്ഥാനം അരീപ്പുറം തന്നെ ആയിട്ട് നിവർത്തിക്കുമെന്നായിരുന്നു. പക്ഷേ എല്ലാ പ്രതീക്ഷകളെയും തകിടം മറിച്ചുകൊണ്ട് ആസ്ഥാനം ശിവഗിരി കുന്നിലേക്ക്, കൈതക്കോണം കുന്നിലേക്ക് മാറ്റി. അങ്ങനെ കൈതക്കോണം എന്ന സ്ഥലം അദ്ദേഹത്തിൻ്റെ ആത്മീയ തലസ്ഥാനമാവുകയായിരുന്നു. ഗുരുദേവൻ്റെ ആത്മീയ തലസ്ഥാനമായി. അവിടെ ഒരു ചെറു പർണശാല കെട്ടി. ആ പർണശാലയിൽ അവിടെ ഇത് ഞാനിപ്പോൾ നേരത്തെ ഒരുക്ക പറഞ്ഞ കാര്യമാണ്, നേരത്തെ പറഞ്ഞതില്ല. പക്ഷേ ആ പർണശാലയിൽ ദിവ്യശ്രീ ശിവലിംഗദാസ സ്വാമികൾ ഉണ്ടായിരുന്നു എന്ന് ആ സത്സംഗത്തിൽ പറയാൻ വിട്ടുപോയി. ഇവിടെ ഈ പർണശാല കെട്ടുന്നതിലും അതിനെ നല്ല രീതിയിൽ ആ പ്രദേശം എല്ലാം വൃത്തിയാക്കുന്നതിലും വലിയ പങ്ക് വഹിച്ച ഒരു വ്യക്തി, ഒരു സന്യാസി ശ്രേഷ്ഠനാണ് ശിവലിംഗദാസ സ്വാമികൾ. ഇനി പെരിങ്ങോട്ടുകരയിലേക്ക് നമ്മുടെ ഗുരുദേവൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശിവലിംഗദാസ് സ്വാമികളാണ്. എപ്പോഴും ഒരു സ്ഥലം, ഒരു കാര്യം തുടങ്ങുമ്പോൾ ഗുരുദേവനിലാണ് തുടങ്ങുന്നത്. ഇതിന് കാരണം ഏത് സ്ഥലത്തൊക്കെ ഇദ്ദേഹം പോയിട്ടുണ്ടോ അവിടെയൊക്കെ ഗുരു പോയതിന് ശേഷം മാത്രമേ ശിഷ്യം പോയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഗുരുവിൽ നിന്ന് തന്നെ എല്ലാം തുടങ്ങുന്നത്. പെരിങ്ങോട്ടുകര, അതായത് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ് തൃശ്ശിവപ്പേരൂർ. ആ തൃശ്ശിവപ്പേരൂരിലാണ് ഈ പെരിങ്ങോട്ടുകര. ഇനി നമ്മുടെ ഈ മൂത്തകുന്നമില്ലേ, മൂത്തകുന്നത്തിൽ നിന്നും കഷ്ടിച്ച് 40 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ തൃശ്ശൂരിലേക്ക്. അങ്ങനെ തൃശ്ശൂരിലേക്ക് ഗുരുദേവൻ പോവുകയാണ്. ഇത് ഒരു ചരിത്ര സംഭവമാണ്. ചരിത്ര സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് തൃശ്ശൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭാഗം, നമ്മുടെ നാട്. അന്ന് തൃശ്ശൂർ നമ്മുടെ നാടല്ലായിരുന്നു. തിരുവിതാംകൂറാണ് അന്ന് നമ്മുടെ നാട്. അടുത്ത സ്റ്റേറ്റായി. കൊച്ചി അടുത്ത സ്റ്റേറ്റാണ്. ഇവിടെ തമിഴ്നാട്
അദ്ദേഹം മരുത്തോമലയൊക്കെ ഉള്ളത് തമിഴ്നാടൊക്കെ അന്ന് നമ്മുടെ ഭാഗമാണ്. കേരളത്തിൽ അതായത് തിരുവിതാംകൂറിൽ മാത്രമേ അതുവരെ ഗുരുദേവൻ്റെ പ്രശസ്തി ഉണ്ടായിരുന്നുള്ളൂ. ആദ്യമായിട്ട് ഗുരുദേവൻ്റെ പ്രശസ്തി അടുത്തൊരു സംസ്ഥാനത്തിലേക്ക് എത്തുന്നത്, കൊച്ചി അടുത്ത സംസ്ഥാനമാണ്, അടുത്തൊരു സംസ്ഥാനത്തേക്ക് എത്തുന്നത് ഈ സാഹചര്യത്തിലാണ്. അതുകൊണ്ടാണ് ഇതൊരു ചരിത്ര സംഭവമായി തീരുന്നത്. അരുവിപ്പുറം കഴിഞ്ഞാൽ ശിവലിംഗദാസ സ്വാമികൾ ഏറ്റവും കൂടുതൽ തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും കൂടുതൽ സമയം ജനനന്മയ്ക്കായി മാറ്റിവെച്ചത് പെരിങ്ങോട്ടുകരയിൽ നിന്നാണ്. ഈ പെരിങ്ങോട്ടുകര അതുപോലെ തന്നെ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്തു. ഏത് സന്യാസി ശ്രേഷ്ഠൻ ഏത് സമൂഹത്തെയാണോ നന്നാക്കാൻ ശ്രമിക്കുന്നത് ആ സമൂഹം പിന്നീട് അവർക്കെതിരായി തീരും. ഒരു ചെറിയ കാര്യം പറയാം. ഈ അടുത്ത കാലത്തായിട്ട് ടി വിയിൽ എപ്പോഴും കാണുന്ന ഒരു ഇതാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു വചനം, കരിയും വേണ്ട കരിമരുന്നും വേണ്ട. ഈ തൃശ്ശൂർ പൂരവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട് കരിയും വേണ്ട കരിമരുന്നും വേണ്ട. അപ്പോൾ എന്തിനാണ് ഈ തൃശ്ശൂർ പൂരത്തിന് കരിയും കരിമരുന്നും എന്നാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഒരുപക്ഷെ എനിക്ക് മാത്രമല്ല അങ്ങേക്കും തോന്നിയിരിക്കാം, കേരള ജനതയ്ക്ക് മൊത്തം തോന്നിയിരിക്കാം, മദ്യം ഉണ്ടാക്കരുത്, കുടിക്കരുത്, കൊടുക്കരുത്, അതായത് മദ്യവർജനം ആവശ്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതാരും പറയുന്നില്ല. കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും സർക്കാർ നിലവാരത്തിലുള്ള മദ്യം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് ഇതൊന്നും എഴുതി വയ്ക്കുമോ? ഇല്ല. അതായത് മഹാന്മാരെന്താണോ പറയുന്നത്, പറയുന്ന കാര്യത്തെ തങ്ങളുടെ ആശയത്തെ പുഷ്ടിപ്പെടുത്താൻ വേണ്ടി എടുക്കും, അതിനെ മഹത്വവൽക്കരിക്കും. എന്നാൽ അതിനേക്കാൾ മഹത്വമുള്ള കാര്യങ്ങളുണ്ടെങ്കിലോ അത് പറയില്ല. തങ്ങളുടെ ആശയവുമായി ഇപ്പോൾ ബന്ധപ്പെടുന്നില്ല, അതുകൊണ്ട് അത് ഉപയോഗിക്കില്ല. അപ്പം മഹാന്മാരെ താറടിച്ച് കാണിക്കുക, അല്ലെങ്കിൽ മോശമായി ചിത്രീകരിക്കുക, അല്ലെങ്കിൽ അവരിലെ ആരോപണങ്ങൾ നടത്തുക എന്നുള്ളത് ഈ ലോക ജനങ്ങളുടെ, ഇവിടെ മാത്രമല്ല ലോകത്തെങ്ങും ഉള്ള ഒരു പ്രവണതയാണ്. ഒരു ചെറിയ ജപ്പാനിലെ ഒരു കഥ പറയാം. ജപ്പാൻ നാടോടി കഥയാണ്. വളരെ കഥ ഒത്തിരി വലുതാണ്, വളരെ ചുരുക്കി ഒരു 2 മിനിറ്റ് കൊണ്ട് പറയാം. ഒരു പെൺകുട്ടി, ഒരു സാധാരണ വീട്ടിലുള്ള ഒരു പെൺകുട്ടി, ചെറിയ കുട്ടിയാണ്. ആ പെൺകുട്ടി തൻ്റെ കാമുകനിൽ നിന്നും ഗർഭിണിയാകുന്നു. അപ്പോൾ ആൾക്കാരും വീട്ടുകാരും എല്ലാം ചോദിച്ചു, ആരാ? കാമുകൻ്റെ പേര് പറയാൻ കുട്ടി തയ്യാറല്ല. അപ്പോഴാ ഒരു സന്യാസി അതിലേ പോയത്. ആ സന്യാസിയാണെന്ന് പറഞ്ഞു. ആൾക്കാരെല്ലാം കൂടെ സന്യാസി അടിച്ച് റെഡിയാക്കി. പക്ഷെ അതിനു മുമ്പേ ഈ കുട്ടി പറഞ്ഞപ്പോൾ തന്നെ സന്യാസി ചോദിച്ചു, അതേ അങ്ങനെയോ? ഞാൻ തന്നെ. സന്യാസി സമ്മതിച്ചു. എന്നിട്ടും ആൾക്കാരടിച്ചു എന്ന്. സന്യാസി സമ്മതിച്ചു, എന്നിട്ടും ആൾക്കാരടിച്ചു. സന്യാസി ഈ കുട്ടിയെ വിളിച്ച് ഒരു പ്രത്യേക താമസ സ്ഥലമൊക്കെ ഉണ്ടാക്കി അവിടെ കൊണ്ടുപോയി തൻ്റെ മകളെപ്പോലെ ശുശ്രൂഷിച്ചു. സന്യാസിക്ക് ഒരു ഭാവമാറ്റവുമില്ല. പക്ഷെ നാട്ടുകാരെല്ലാം സന്യാസിയെ പറഞ്ഞ് അധിക്ഷേപിക്കുന്നതിനൊരു കയ്യും കണക്കുമില്ല. അവസാനം ഈ പെൺകുട്ടിക്ക് മനംമാറ്റം വരികയാണ്. ഇദ്ദേഹമല്ല എന്ന് പെൺകുട്ടിക്ക് അറിയാമല്ലോ. പെൺകുട്ടി ആ സത്യം അങ്ങ് വിളിച്ചു പറഞ്ഞു, ഇന്നാരാണ്, ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണ്. എല്ലാവരും സന്യാസിയുടെ മുന്നിൽ വന്ന് കൈകൂപ്പി. അപ്പോഴും സന്യാസി ചോദിച്ചു, അതേ അങ്ങനെയോ? അതേ എവിടേക്കില്ലാതെ പോയി. ഇതാണ് യഥാർത്ഥ സന്യാസം എന്ന് പറയുന്നത്. അപ്പോൾ സന്യാസത്തെ എന്നും അധിക്ഷേപിക്കുക എന്ന് പറയുന്നത് മാനവ സംസ്കാരമായി മാറിയിട്ടുണ്ട്. അത് കേരളത്തിലാണെങ്കിൽ മാനവ രാഷ്ട്രീയ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കതിനെ വിപുലീകരിച്ച് പറയാൻ കഴിയും. അങ്ങനത്തെ ഒരു സംസ്കാരം ആയി തീർന്നിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് പോകാം. ഈ അങ്ങ് ഗുരുദേവൻ പെരിങ്ങോട്ടുകരയിലേക്ക്
വന്നതായിട്ട് പറയുന്നുണ്ടല്ലോ. തൃശ്ശൂർ പേരൂരിലാണ് പെരിങ്ങോട്ടുകര. അപ്പം ഗുരുദേവനോടൊപ്പം ശിവലിംഗദാസ സ്വാമികളും ഉണ്ടായിരുന്നു ആ സമയത്ത്. ഗുരുദേവ കൽപ്പന പ്രകാരമാണ്, അഥവാ ആജ്ഞപ്രകാരമാണ് ആദ്യമായിട്ട് പെരിങ്ങോട്ടുകരയിൽ ദിവ്യശ്രീ ശിവലിംഗദാസ സ്വാമികൾ എത്തിച്ചേരുന്നത്. കുന്നം മൂത്തകുന്നം എന്ന സ്ഥലത്ത് ഗുരുദേവ പരിസേവിതനായിട്ട് എത്തി. പക്ഷെ ഇവിടെ ആദ്യം എത്തുന്നത് ഗുരു തന്നെയാണ്. ശിഷ്യനെ പറഞ്ഞയക്കുന്നതിനും 6 മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ എത്തിച്ചേർന്നത് ഗുരുവാണ്. ആയതിലേക്ക് നമുക്ക് പോകാം. 1079 കർക്കടക മാസത്തിലാണ് ഗുരുദേവ കൽപ്പന പ്രകാരം ശിവലിംഗദാസ സ്വാമികൾ പെരിങ്ങോട്ടുകരയിലെത്തുന്നത്. 1087, അതായത് 79 87. അപ്പോൾ 79, 80, 7, 9 വർഷം, ഏതാണ്ട് 9 വർഷം. അതായത് 1922 വരെ, കോമൺ ഇറയിൽ പറഞ്ഞു കഴിഞ്ഞാൽ 1922 വരെ ഇദ്ദേഹം പെരിങ്ങോട്ടുകരയിലുണ്ടായിരുന്നു. ഈ പെരിങ്ങോട്ടുകരയ്ക്ക് മറ്റൊരു പ്രത്യേകത ഇവിടെയുണ്ട്. എപ്രകാരമാണോ തിരുവിതാംകൂറിൽ ശ്രീനാരായണ ഗുരുദേവ ആദർശങ്ങളുടെ ആത്മീയ കേന്ദ്രം അല്ലെങ്കിൽ ആസ്ഥാന കേന്ദ്രം വർക്കല ശിവഗിരി ആയിരുന്നത്, അതുപോലെ തന്നെ തൊട്ടടുത്ത സംസ്ഥാനം കൊച്ചി സംസ്ഥാനം, അന്ന് കൊച്ചി മറ്റൊരു സംസ്ഥാനമാണ്, കൊച്ചി സംസ്ഥാനത്തിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്ട് 1922 വരെ ഇവിടെ തന്നെ ആയിരുന്നു. അതായത് ആ കാലഘട്ടം തന്നെ എങ്ങനെയായിരുന്നു, ശിവഗിരി മാറി ഇതിൻ്റെ ആസ്ഥാനം കൊച്ചിയിലേക്കാകുമോ എന്ന് പോലും ചില ഗുരുദേവ ഭക്തന്മാർ സംശയിച്ചിരുന്നു. അത്രയധികം വളർച്ചയാണ് അന്നും ഇന്നും പെരിങ്ങോട്ടുകരയിൽ. അപ്പം എൻ്റെ ദൃഷ്ടിയിൽ ശിവഗിരിയിൽ വലിയൊരു വളർച്ചയൊന്നും ഞാൻ കാണുന്നില്ല. എൻ്റെ കാഴ്ചപ്പാടാണ്, ഒന്നുകൂടെ പറഞ്ഞോട്ടെ, എൻ്റെ കാഴ്ചപ്പാടാണ്. എൻ്റെ കാഴ്ചപ്പാടിൽ വലിയൊരു വളർച്ച ഞാൻ ശിവഗിരിയിൽ കാണുന്നില്ല. ശിവഗിരിയൊക്കെ ഇങ്ങനെ വളർന്നാൽ പോരാ, ഇതിൻ്റെ 100 ഇരട്ടി വേഗത്തിൽ വളരേണ്ട ഒരു സ്ഥലമാണ്. ഈ അടുത്ത കാലത്താണ് ശിവഗിരി റെയിൽവേ സ്റ്റേഷൻ പോലും ഇങ്ങനെ മനോഹരമായി കൊണ്ടുവരുന്നത്. ഇപ്പോഴാണ് അതിഭയങ്കരമായൊരു തുക ശിവഗിരി റെയിൽവേ സ്റ്റേഷന് വേണ്ടി കേന്ദ്ര സർക്കാർ നൽകിയത്. അത് പൂർത്തിയായി കഴിഞ്ഞാൽ അത്ര ആ റെയിൽവേ സ്റ്റേഷൻ്റെ ഭംഗി പോലും ഉണ്ടാവില്ല ശിവഗിരി മഠത്തിന്. അപ്പോൾ വികസനം അവിടെ ഇനി വളരെയധികം വരാനുണ്ട്. നമ്മളിത് കൂടുതൽ പറയുമ്പോൾ അത് വിവാദങ്ങളിലേക്ക് പോകും, അതുകൊണ്ട് ഞാനതിവിടെ വെച്ച് നിർത്തുകയാണ്. ഇവിടെ ശ്രീനാരായണ ആശ്രമമുണ്ട്, പെരിങ്ങോട്ടുകര ശ്രീനാരായണ ആശ്രമമുണ്ട്, സോമശേഖര ക്ഷേത്രമുണ്ട്. ശിഷ്യൻ എത്തുന്നതിനും ഏതാണ്ട് 6 മാസങ്ങൾക്ക് മുമ്പ്, ശിഷ്യൻ കർക്കിടക മാസത്തിലാണ് എത്തിയത്, ഗുരു എത്തുന്നത് ഒരു മകരമാസത്തിലാണ്. ശിഷ്യൻ എത്തുന്നതിന് ഏതാണ്ട് 6 മാസങ്ങൾക്ക് മുമ്പ് 1079 കൊല്ലവർഷം 1079 കർക്കിടകത്തിലാണ് ശിഷ്യനെത്തുന്നത്. 1079 മകരമാസത്തിലാണ് ഗുരുദേവൻ ഇവിടെ എത്തിച്ചേരുന്നത്. അപ്പോൾ ഒരു 6 മാസത്തെ വ്യത്യാസമുണ്ട്. മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം, കർക്കിടകം. അപ്പോൾ ഏതാണ്ട് 6 മാസം കൃത്യമായിട്ടുള്ള ഒരു ഇടവേള. നമ്മുടെ മകരം 8-ാം തീയതി ഗുരുദേവൻ ഇവിടെ എത്തിച്ചേർന്നു. ഗുരുദേവൻ ഇവിടെ എത്തിച്ചേരുന്നത് തൊട്ട് അടുത്തുള്ള മൂത്തകുന്നം എന്ന സ്ഥലത്ത് നിന്നാണ്. മൂത്തകുന്നത്ത് അന്ന് പ്രതിഷ്ഠ നടക്കുകയാണ്. പ്രതിഷ്ഠയുടെ കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 ആഴ്ചയുണ്ട് ഇനി പ്രതിഷ്ഠ നടക്കാൻ. ആ 2 ആഴ്ച കിടക്കുകയാണ്.
ഒരു സംഭവ വികാസത്തെ തുടർന്ന് ഈ പ്രതിഷ്ഠ ഇവിടെ നടക്കുന്ന ഒരു വ്യവസായി അറിയുന്നു. ആ വ്യവസായി ഇങ്ങോട്ട് വരുന്നു, ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു പോകുന്നു. അതാണ് സംഭവ വികാസം. അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാം. ഇദ്ദേഹം പെരിങ്ങോട്ടുകരയിലേക്ക് പോകുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും ദിവ്യശ്രീ ശിവലിംഗദാസ സ്വാമികളെ ഏൽപ്പിച്ചിട്ടാണ് മൂത്തകുന്നത്തുള്ള എല്ലാ കാര്യങ്ങളും, മൂത്തകുന്നത്തിൻ്റെ പിന്നീട് നമ്മൾ പറഞ്ഞല്ലോ ശ്രീനാരായണ മംഗലം എന്ന പേര്, അവിടുത്തെ എല്ലാ കാര്യങ്ങളും ദിവ്യശ്രീയെ ശിവലിംഗദാസ് സ്വാമികളെ ഏൽപ്പിച്ചിട്ടാണ് അദ്ദേഹം പോകുന്നത്. ചിന്നസ്വാമി അറിയാം, കുമാരസ്വാമി എന്ന് ഞാൻ പറയാൻ കാര്യമുണ്ട്. ഈ ചിന്നസ്വാമി എന്ന പേര് വളരെ പ്രശസ്തമാണ്. കുമാരനാശാൻ എന്ന പേരും വളരെ പ്രസിദ്ധനാണ്. പക്ഷെ കുമാരസ്വാമി എന്ന പേര് പ്രശസ്തനല്ല. അതായത് ദിവ്യശ്രീ ശിവലിംഗദാസ സ്വാമികൾ കുമാരനെ വിളിച്ചിരുന്നതാണ് കുമാരസ്വാമി. അപ്പോൾ ഇത്രയും വലിയ സിദ്ധനാണ് ദിവ്യശ്രീ ശിവലിംഗദാസ് സ്വാമികൾ. അത്രയും വലിയ സിദ്ധൻ ഒരു സാഹിത്യകാരനെ അല്ലെങ്കിൽ ഒരു SNDP പ്രവർത്തകനെ, തൻ്റെ സഹപ്രവർത്തകനെ സ്വാമി എന്ന് സംബോധന ചെയ്താണ് വിളിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് എത്ര ശ്രേഷ്ഠമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കുമാരസ്വാമി അന്ന് SNDPയിലേക്ക് അംഗത്വം ചേർക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അംഗത്വം ചേർക്കുന്ന ആ കാലഘട്ടത്തിൽ SNDP അറിയാമല്ലോ, കമ്പനി ആക്ട് പ്രകാരം സ്ഥാപിച്ച ഒരു സ്ഥാപനമാണ്. അതാണിപ്പോൾ പോലീസ് കോടതിയൊക്കെ ഇടപെട്ട് അതിൻ്റെ രജിസ്ട്രേഷനെ കുറിച്ച് പരിശോധിച്ചൊക്കെ വരുന്നത്. ഈ കമ്പനി ആക്ട് പ്രകാരം സ്ഥാപിതമായ ഈ യോഗത്തിലേക്ക് അംഗത്വ ഫീസുണ്ട്. ആ അംഗത്വ ഫീസ് എന്ന് വെച്ചാൽ അന്നത്തെ അംഗത്വ ഫീസ്, അന്ന് ഒരാളിന് ഇതിൽ അംഗമാകണമെങ്കിൽ 100 രൂപയായിരുന്നു. ഒന്ന് ചിന്തിക്കണം. 1922 കാര്യമാണ് പറയണത്. 22ആയി. 1904 സ്ഥാപിച്ചു. ഇപ്പോൾ 22ആയി. ഇന്നിതിൽ ചേരാനുള്ള അംഗത്വ ഫീസ് 100 രൂപ. നമുക്കിന്ന് വെറും 100 രൂപയെന്ന് പറയാമെങ്കിലും എനിക്ക് തോന്നുന്നു അന്ന് ഈ 100 രൂപ 1 ലക്ഷത്തിന് അപ്പുറത്തായ ഒരു തുകയായിരിക്കും. കൊച്ചിയിലെ ആദ്യത്തെ അംഗമെന്ന് പറയുന്നത് കാരാട്ടുപറമ്പിൽ കൃഷ്ണനായിരുന്നു. കൊച്ചിയിൽ ആദ്യം ഇതിൽ 100 രൂപ കൊടുത്ത് അംഗത്വം എടുത്തത് കാരാട്ടുപറമ്പിൽ കൃഷ്ണൻ എന്ന ഒരു വ്യക്തിയാണ്. ഇദ്ദേഹം നമ്മുടെ ദിവ്യശ്രീ ശിവലിംഗദാസ് സ്വാമിയുടെ ഒരു സുഹൃത്തും അനുചരനുമാണ് ഇദ്ദേഹം. പരോപകാരിയാണ്, സ്ഥിരോത്സാഹിയാണ്. താഴ്ന്ന ജാതിയിൽ നിന്നും ആദ്യമായി സർക്കാർ ഉദ്യോഗം ലഭിച്ച 2 വ്യക്തികളിൽ ഒരാളാണ്. ആ 2 വ്യക്തികൾ ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഈ പറയുന്ന കാരാട്ടുപറമ്പിൽ കൃഷ്ണനും, 2 തണ്ടാശ്ശേരി കുഞ്ഞയ്യപ്പൻ. കാരാട്ടുപറമ്പിൽ കൃഷ്ണൻ, 2 തണ്ടാശ്ശേരി കുഞ്ഞയ്യപ്പൻ. ഈ തണ്ടാശ്ശേരി കുഞ്ഞയ്യപ്പൻ എന്ന് പറയുന്നത് കാരാട്ടുപറമ്പിൽ കൃഷ്ണൻ്റെ ഒരു ബന്ധു. ഇവരെല്ലാം ഒരേ തറവാട്ടിലുള്ളതാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വടക്കേമുറി എന്ന് പറയുന്ന ഒരു തറവാട് അവിടെയുണ്ട്, തൃശ്ശൂർ. ആ വടക്കേമുറി തറവാട്ടിൻ്റെ തറവാട്ടിലുള്ളവരാണ് ഇവരൊക്കെ. മെട്രിക് പാസ്സായാണ്, അന്നത്തെ മെട്രിക് ഇന്നത്തെ SSLC, മെട്രിക്കുലേഷൻ പാസ്സായിട്ടാണ് ഇവർ ജോലി സമ്പാദിച്ചത്. എന്നാൽ ഇവർ 2 പേരും ജോലി രാജിവെച്ച് സാമൂഹ്യ സേവനം, സമൂഹ നേതൃത്വം ഇവർ ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ ഇവർ 2 പേരും ശിവലിംഗദാസ സ്വാമികളുടെ പ്രവർത്തനങ്ങൾക്ക് സഹകാരികളായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനത്തിനും സഹകാരി. അപ്പോൾ എന്തുകൊണ്ടാണ് പെരിങ്ങോട്ടുകര ഇത്ര മഹത്തായ രീതിയിൽ എത്തിച്ചേർന്നതെന്ന് മനസ്സിലായല്ലോ. 2 മഹത് വ്യക്തിത്വങ്ങളാണ് ഇദ്ദേഹത്തെ സഹായിക്കാൻ ഇവിടെ ഉള്ളത്. കൃഷ്ണൻ കാരാട്ടുപറമ്പിനെ നമുക്ക് കൂടുതൽ പരിചയപ്പെടാം. ഇപ്പോൾ ഒരു ചെറിയൊരു പരിചയമായി, സർക്കാർ ജോലി വാങ്ങി, താഴ്ന്ന സമുദായക്കാരനാണെന്നുള്ള ഒരു ചെറിയ പരിചയം മാത്രമേ ആയുള്ളൂ. ആദ്യമായിട്ട് SNDPയിൽ കൊച്ചി സംസ്ഥാനത്ത് 100 രൂപ കൊടുത്ത് അംഗത്വം എടുത്തു. അപ്പോൾ നല്ല സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉള്ള വ്യക്തിയാകാം. തണ്ടാശ്ശേരി കുഞ്ഞയ്യപ്പൻ്റെ വക പീടികയിൽ പലചരക്ക് വ്യാപാരം നടത്തിയിരുന്നു. ഇപ്പോൾ ബന്ധുക്കളാണ്.
ഞാൻ നേരത്തെ പറഞ്ഞു തണ്ടാശ്ശേരി കുഞ്ഞയ്യപ്പൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറച്ച് കടകളുണ്ട്. ആ കടയിൽ ഒരു കടയിൽ ഇദ്ദേഹം പീടികയെന്ന് വെച്ചാൽ പണ്ടത്തെ വാക്കാണ് കട. ആ ഒരു കടയിൽ ഇദ്ദേഹം പലചരക്ക് വ്യാപാരം നടത്തിയിരുന്നു ഈ കാരാട്ടുപറമ്പിൽ. ഈ പൊന്നാനിപ്പുഴയുടെ തീരത്ത് ചെമ്മപ്പള്ളി കടവിലാണ് ഈ കട ഇരിക്കുന്നത്. പൊന്നാനിപ്പുഴയുടെ തീരത്ത് ചെമ്മപ്പള്ളി എന്ന് പറയുന്ന ഒരു കടവുണ്ട്. ആ കടവിലാണ് ഇദ്ദേഹത്തിൻ്റെ കട ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നും എന്തുകൊണ്ടാണ് അന്ന് കടവിൽ കട വന്നത് എന്നൊരു തോന്നൽ വരാം. അന്ന് നമ്മുടെ ഈ റോഡ് ഗതാഗതമൊക്കെ വളരെ കുറവാണ്. ജലഗതാഗതം ഇന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്നാണ് ജലഗതാഗതം. ഇന്ന് നമ്മൾ റോഡ് ഗതാഗതത്തിൽ നിന്നും ജലഗതാഗതത്തിലേക്ക് പോവുക മാത്രമല്ല, ഇന്ന് അതൊരു വ്യവസായമാണ് അല്ലേ? സർക്കാർ തലത്തിലും അത് ഒരു വ്യവസായമായിട്ടുണ്ട്. കൊല്ലത്ത് പോയി കഴിഞ്ഞാൽ 450 രൂപ ചിലവാക്കി കഴിഞ്ഞാൽ ഏതാണ്ട് വൈകുന്നേരം വരെ ജലത്തിൽ കൂടെ കറങ്ങി വീണ്ടും കൊല്ലത്തെത്താവുന്ന, പിന്നെ അനേകം ബോട്ടുകൾ ആൾക്കാർ വാടകയ്ക്ക് എടുത്തു പോകുന്നു. അന്ന് പണ്ട് കാലത്ത് ജലത്തിലൂടെയുള്ള ഗതാഗതം വളരെ സുഗമമായിരുന്നു. അതുകൊണ്ട് മിക്കവാറും നദിക്കരയിലൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഈ കനാലിൻ്റെ കരയിലായിരിക്കും കടകൾ. കൂടുതൽ സാധനങ്ങൾ ചുമന്നുകൊണ്ട് പോകേണ്ടതായിട്ട് വരില്ല. അതുകൊണ്ടാണ് ഇതൊരു വലിയൊരു പലചരക്ക് വ്യാപാര കടയാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ അടുത്ത് തന്നെ ഇദ്ദേഹം കട നടത്തിയിരുന്നത്. 1078 ചരക്കെടുക്കുന്നതിന് വേണ്ടി ഇദ്ദേഹം വഞ്ചിയിൽ കൊച്ചിയിലേക്ക് വരികയാണ്. വഞ്ചിയിൽ കൊച്ചിയിലേക്ക് വരുന്ന സമയത്ത് സാധനങ്ങളെയൊക്കെ എടുത്ത് മൂത്തകുന്നം എന്ന് പറയുന്ന സ്ഥലം വഴിയാണ് ഈ വഞ്ചി പോകുന്നത്. അപ്പോൾ മൂത്തകുന്നം ഇദ്ദേഹം നേരത്തെ തന്നെ ഗുരുദേവനെ കുറിച്ച് കേട്ടിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ മൂത്തകുന്നം എന്ന് പറയുന്ന സ്ഥലത്തിലൂടെ ഈ വഞ്ചി പോകുമ്പോൾ ഒരു അറിവ് കിട്ടി, ഗുരുദേവൻ മൂത്തകുന്നത്തുണ്ട്. അക്കാലത്തൊരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഗുരുദേവൻ എവിടെയെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞ ആൾക്കാർ അവിടെ വരും. അവിടെ വരുമ്പോൾ പറയും അദ്ദേഹം ഇന്നടത്ത് നിൽക്കുകയാണ്. അവിടെ ചെല്ലുമ്പോൾ പറയുന്ന കാര്യം, ഇവിടെ നിന്ന് മണിക്കൂറുകളോ ദിവസങ്ങളോ വേണം മറ്റൊരു സ്ഥലത്തെത്താൻ. ഇന്നത്തെ പോലെ ഫോണും ഒന്നുമില്ല. അപ്പോൾ പിന്നെ ഇത് സ്വാഭാവികമാണ്. അല്ല വേറെ ഈ ഭക്തരെ പറ്റിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്യുന്നതൊന്നുമല്ല. അപ്പോൾ ഇദ്ദേഹം ഇവിടെ ഉണ്ടെന്നറിഞ്ഞു. വഞ്ചി ഇപ്പോൾ എവിടെ നിൽക്കുന്നു? മൂത്തകുന്നം വഴി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം വേറെ ഒന്നും ചിന്തിച്ചില്ല. വഞ്ചിക്കാരനോട് വഞ്ചി കടവിലേക്ക് അടുപ്പിക്കാൻ പറഞ്ഞു. വഞ്ചിയിൽ നല്ല സാധനം ഇരിക്കുകയായിരുന്നു. അന്ന് മോഷണമൊക്കെ പോകുന്ന ഒരു കാലഘട്ടം ആണെന്ന് കൂടെ മനസ്സിലാക്കിക്കൊള്ളണം. അവിടെ പോയി ഗുരുദേവനെ കണ്ടു. ഗുരുദേവനെ കണ്ടപ്പോൾ തന്നെ ഗുരുദേവനെ തൻ്റെ ഗുരുവായി ഭരിച്ചു. ഈ സമയത്ത് ഗുരുദേവനോടൊപ്പം നമ്മുടെ ചിന്നസ്വാമിയുണ്ട്, ശിവലിംഗദാസ് സ്വാമിയുണ്ട്, മറ്റ് ശിഷ്യന്മാർ എല്ലാവരും അവിടെ തന്നെ ഉണ്ട്. അവിടെ ഇരുന്ന് കുറേ നേരമൊക്കെ പരിസരമൊക്കെ വീക്ഷിച്ചപ്പോൾ മനസ്സിലായി, ഈ ഇരിക്കുന്നതിൽ ഗുരു കഴിഞ്ഞാൽ പ്രധാനി 2 പേരാണ്. അതിലൊന്ന് ശിവലിംഗദാസ് സ്വാമികളും മറ്റൊന്ന് കുമാരസ്വാമി ചിന്നസ്വാമി ആണ് എന്ന് മനസ്സിലായി. കുമാരനാശനാണെന്ന് മനസ്സിലായി. ഗുരുദേവനെ കണ്ടതിന് ശേഷം ഇവർ 2 പേരുമായിട്ട് പ്രത്യേക ചർച്ച നടത്തി. കാരണം ഈ ഗുരുദേവന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അധികം സംസാരിക്കുക, അധികം കേൾക്കുക, ഇതൊന്നും ഇഷ്ടമുള്ള കാര്യമല്ല. കാര്യം ഗുരുദേവൻ്റെ അടുത്ത് താങ്കൾ എത്തുകയാണെങ്കിൽ താങ്കൾക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് ആർക്കറിയാം? ഗുരുദേവനറിയാം. ഹൃദയഭാഷ ഗുരുദേവന് അറിയാം. അത് ആ ഭാഷ ഇന്നുണ്ടോ എനിക്ക് അറിയില്ല. ഞാനൊരു ഉദാഹരണം പറയാം. അപ്പോൾ താങ്കൾക്ക് അത് ശ്രോതാക്കൾക്കും മനസ്സിലാവും. ഒരു പക്ഷേ താങ്കൾക്ക് നേരത്തെ അറിയാമായിരിക്കും, ശ്രോതാക്കൾക്ക് കൂടുതൽ മനസ്സിലാകും. താങ്കൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മഹാഭാരത യുദ്ധം 18 ദിവസം നടന്ന നീണ്ട ഒരു യുദ്ധമാണ്. ഈ 18 ദിവസം നടന്ന മഹാഭാരത യുദ്ധത്തിൻ്റെ 1-ാം ദിവസം യുദ്ധം ചെയ്യാനായിട്ട് പോവുകയാണ്. യുദ്ധത്തിലെ പ്രമുഖൻ പറയുന്നു, എനിക്ക് യുദ്ധമേ വേണ്ട. യുദ്ധത്തിൻ്റെ ശംഖനാദം മുഴങ്ങിക്കഴിഞ്ഞു, അസ്ത്രമയക്കേണ്ട സമയമായി. അതിലെ പ്രമുഖൻ പറയാണ്, എനിക്ക് യുദ്ധമേ വേണ്ട. അപ്പോൾ ഈശ്വരൻ തേരാളി, യുദ്ധകർത്താവിൻ്റെ തേരാളിക്ക് വഴികാട്ടി എന്നുള്ള അർത്ഥം എടുത്താൽ മതി. അല്ലാതെ ഇദ്ദേഹത്തിൻ്റെ രഥം ഓട്ടിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വഴികാട്ടി കൊടുത്തു. അദ്ദേഹം പറയുന്നു, നീ യുദ്ധം ചെയ്യണം.
എന്ന് പറഞ്ഞ് ഇവർ തർക്കമാണ്. അതേതാണ്ട് 700 അല്ലെങ്കിൽ 701 ശ്ലോകങ്ങളായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും അവിടെ നടന്നതായിട്ടാണ് പറയുന്നത്. അപ്പം നമുക്ക് 1 മിനിറ്റ് ഒരു ശ്ലോകം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരുടെ മനസ്സിലെ ആശയത്തിന് വേണ്ടി നമുക്ക് 1 മിനിറ്റ് വീതം സമയമെടുക്കാം. 701 മിനിറ്റായി. അതിന് താങ്കൾ മണിക്കൂറാക്കൂ. ഉച്ച കഴിഞ്ഞില്ലേ? അപ്പോൾ ഇത്രയും സമയം നിൽക്കുമോ? ഇല്ല, ഒരിക്കലും നിൽക്കില്ല. അതാ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൃദയ ഭാഷയാണ്. ഇദ്ദേഹത്തിൻ്റെ സംശയം, ആരുടെ? അർജുനൻ്റെ സംശയം ആര് മനസ്സിലാക്കി? കൃഷ്ണൻ മനസ്സിലാക്കി. കൃഷ്ണൻ പറയുന്നത് ഇതൊക്കെ നിമിഷ നേരം കൊണ്ട്, ഹൃദയ ഭാഷ മനസ്സിലാക്കാൻ വളരെയധികം സമയമൊന്നും വേണ്ട, നിമിഷ നേരം കൊണ്ട് അങ്ങ് പോയിക്കൊണ്ടിരുന്നു. ഇങ്ങനെയാ എൻ്റെ ധാരണ ഇതാണ്. അല്ലാതെ ഇതിലെ ഓരോ ശ്ലോകങ്ങളും കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞ് അത് കേട്ട് പിന്നെ അതിൻ്റെ മറുപടി പറഞ്ഞ് അപ്പോഴത്തേക്കും മറ്റവും വന്നെല്ലാം അടിച്ചു നിരത്തിയിട്ട് അങ്ങ് പോകും. അപ്പോൾ ഇവിടെ ഹൃദയഭാഷയാണ് ഇവർ ഉപയോഗിച്ചത്. അപ്പോൾ ഗുരുദേവൻ ഈ ഹൃദയഭാഷ, ഗുരുദേവന് മാത്രമല്ല നമ്മുടെ ദിവ്യശ്രീ ശിവലിംഗദാസ് സ്വാമികൾക്കും അറിയാം. ഇവർക്ക് രണ്ടുപേർക്കും ഹൃദയഭാഷ അറിയാം. അതുകൊണ്ട് അധികം സംസാരിക്കാറില്ല. ഭക്തൻ വരുമ്പോൾ തന്നെ ഭക്തൻ്റെ ആവശ്യം എന്താണെന്ന് ഗുരുദേവന് മനസ്സിലാകും. അപ്പോൾ തന്നെ എന്തെങ്കിലും ഒരു പകരം ഒരു കാര്യം ചെയ്യും. പിന്നെ ഇവിടെ 1-2 മിനിറ്റ് അവർ സംസാരിച്ചു. അപ്പോൾ കൂടുതൽ സംസാരിക്കണം. പിന്നെ മറ്റൊരു കാര്യമെന്ന് വെച്ചാൽ ഗുരുദേവനോട് സംസാരിക്കുന്നു ആ തേജോമയത്വം കണ്ടു കഴിഞ്ഞാൽ, അതായത് ഇദ്ദേഹത്തിൻ്റെ ഒരു കവിതയിൽ പറയുന്നത് ഉരുക്കിയെടുത്ത തങ്കം പോലുള്ള നിറം. അതായത് നമ്മുടെ ശിവലിംഗദാസ് സ്വാമി തന്നെ പറഞ്ഞിട്ടുണ്ട്, തൻ്റെ ഗുരു ഉരുക്കിയെടുത്ത തങ്കം പോലുള്ള നിറം. ഉരുക്കിയെടുത്ത തങ്കം എങ്ങനെ ഇരിക്കും, എത്ര ചുവന്നിരിക്കുമെന്ന് നമുക്കറിയാമല്ലോ. സ്വർണ്ണമല്ല, തങ്കത്തിൻ്റെ നിറമാണ്. അപ്പം അതുപോലുള്ള നിറമെന്നാണ് പറയുന്നത്. അത് ഇദ്ദേഹത്തിൻ്റെ മുഖത്തുള്ള തേജസ്, ആ തേജസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് ആളുകൾക്ക് ഇദ്ദേഹത്തെ ബഹുമാനത്തോടൊപ്പം ഒരു ഭയം. എന്ത് ഭയം? അദ്ദേഹത്തിനോട് എങ്ങനെ ചോദിക്കും എന്നുള്ള ഒരു ഭയം കൂടെ ഉണ്ടാകാം. പണ്ട് കുമാരനാശാനെയും ഇവരെ രണ്ടുപേരെയും വിളിച്ചിട്ട് അങ്ങോട്ട് പോയിട്ട് കുറച്ച് മാറിയിരുന്ന് തൻ്റെ ആവശ്യങ്ങളെല്ലാം പറഞ്ഞു. കാര്യം ഇവിടെ ഒരു ക്ഷേത്രമാണല്ലോ നിങ്ങൾ വെക്കാൻ പോകുന്നത്, പെരിങ്ങോട്ട് കരയിലും ഞങ്ങൾക്കൊരു ക്ഷേത്രം വേണം, അത് വളരെ ആവശ്യമാണ്, അതുകൊണ്ട് നിങ്ങൾ സഹായിച്ചേ പറ്റൂ. അപ്പോൾ ശ്രീനാരായണമംഗലം പ്രതിഷ്ഠയ്ക്ക് ഇനി വെറും 2 ആഴ്ചയാണ് ബാക്കി. ഇവിടെ നിന്നും ഏതാണ്ട് 40 കിലോമീറ്റർ ദൂരം അങ്ങോട്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഇവർ ആശയം ഗുരുദേവനോട് പറഞ്ഞു. ഗുരുദേവൻ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, ഗുരുദേവന് ആണല്ലോ എന്തെങ്കിലും പറയേണ്ടത്, നമുക്കിപ്പോൾ തന്നെ അങ്ങ് പൊക്കളെ. ഈ മൂത്തകുന്നത്തുള്ള എല്ലാ നടത്തിപ്പും ശിവലിംഗസ്വാമിയെ ഏൽപ്പിച്ചു, ഞങ്ങൾ ഉടനെ വരും എന്ന് പറഞ്ഞിട്ട് കുമാരനാശാനോടൊപ്പം നേരെ പെരിങ്ങോട്ടുകരയിലേക്ക് യാത്രയായത് ഈ സാധനങ്ങളുള്ള വഞ്ചിയിൽ തന്നെ. ഈ സാധനങ്ങളുള്ള വഞ്ചിയിൽ അങ്ങോട്ട് പോവുകയും അവിടെ പോയപ്പോൾ വടക്കുംമുറി എന്ന് പറയുന്ന ഒരു തറവാട്ടിലാണ് ഗുരുദേവന് ആതിഥ്യം നൽകിയത്. വടക്കുംമുറി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഈ കാരാട്ടുപറമ്പിൽ അല്ലേ കൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെയും കുഞ്ഞയ്യപ്പൻ്റെയൊക്കെ ആ മൂലതറവാടാണ്. അവിടെ ഇവർക്ക് ആതിഥ്യം കൊടുത്തു. അവിടെ 1 ആഴ്ച ഉണ്ടായിരുന്നു. ഭക്ത സഹസ്രങ്ങൾ ഗുരുദേവനെ കണ്ട് നിർവൃതി നേടി. അന്ന് വരെ ഗുരുദേവനെ കണ്ടിട്ട് മാത്രമേ ഉള്ളൂ, കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്ന് ഇവിടെ വന്നപ്പോഴത്തോ ഗുരുദേവനെ കാണാനും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം നേരിട്ട് വാങ്ങാനും കഴിഞ്ഞു. അവിടെ ഈ വടക്കുമുറിയിൽ താമസിക്കുമ്പോൾ അവിടെ ഈ കാറാട്ടുപറമ്പിൽ ഒരു ഭഗവതി ക്ഷേത്രമുണ്ട്. ഞാൻ പറഞ്ഞില്ല, മൂലതറവാടാണ് വടക്കുമുറി. നേരെ കൊണ്ടുവന്നത് മൂലതറവാടിലാണ്. അവിടെ ഈ കാറാട്ടുപറമ്പിൽ മറ്റൊരു തറവാട് അപ്പുറത്ത് വെച്ച് കഴിഞ്ഞു, കുറച്ച് അകലെ. ആ കാറാട്ടുപറമ്പിൽ ഒരു ഭഗവതി ക്ഷേത്രമുണ്ട്.
ഇദ്ദേഹം ആ ഭഗവതി ക്ഷേത്രം കണ്ടപ്പോൾ തന്നെ ഇദ്ദേഹത്തിന് മനസ്സിലായി തമോ ഗുണപ്രധാനമായ ആരാധനയാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം ആരാധനയെ വിലക്കി. ഇവിടെ ഇനി ആരാധന വേണ്ടെന്ന് മാത്രമല്ല, ആ ഭഗവതി വിഗ്രഹത്തെ എടുത്ത് അദ്ദേഹം വലിച്ചെറിഞ്ഞു. കാര്യം ഇനി ആ വിഗ്രഹം അവിടെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. അത് തമോ ഗുണപ്രധാനമായി കഴിഞ്ഞു, അശുദ്ധി കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു. എങ്ങനെ അശുദ്ധിയാണെന്ന് ഞാൻ പിന്നാലെ പറയാം. അപ്പോൾ ഇതായിരുന്നു കാരാട്ടുപറമ്പിലെ എടുത്തുമാറ്റം. പിന്നെ അതിനോടൊപ്പം തന്നെ അവിടെ ഒരു വാളുണ്ട്, വെളിച്ചപ്പാടിൻ്റെ അരമണിയുണ്ട്, വെളിച്ചപ്പാടിൻ്റെ ചിലമ്പുണ്ട്, പിന്നെ മറ്റു രൂപങ്ങളുമുണ്ട്. എല്ലാത്തിനെയും ഇദ്ദേഹം എടുത്ത് കളഞ്ഞു. ഇതൊന്നും ഇവിടെ വേണ്ട എന്ന് അദ്ദേഹം തറപ്പിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്ത് ഞാറ്റുവെട്ടി തറവാടുണ്ട്. ഞാറ്റുവെട്ടി തറവാട്, ആ ഞാറ്റുവെട്ടി തറവാടിൽ പോയി. അവിടെ ഇത് തന്നെ ക്ഷേത്രം ഉണ്ട്, ഭഗവതിയാണ് ആരാധന, ഈ പറഞ്ഞതെല്ലാം ഇവിടെയുണ്ട്. എന്താ ഇദ്ദേഹം ഇവർ ചെയ്യാൻ കാരണം? ഒരു വർഷത്തിൽ 200-ൽ പരം കോഴികളെ ഓരോ ക്ഷേത്രത്തിലും വെട്ടും. രണ്ടിടത്തും കൂടെയല്ലേ 200. ഓരോ ക്ഷേത്രത്തിലും ഒരു വർഷം 200-ൽ പരം എന്ന് വെച്ചാൽ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ, ഏതാണ്ട് ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ കോഴി വെട്ടാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 365 ദിവസമല്ലേ ഉള്ളൂ. 200-ൽ പരം ഒന്നിടവിട്ടുള്ള എല്ലാ ദിവസങ്ങളിലും ഇവിടെ കോഴി വെട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി കളമെടുത്ത് പാട്ട്, സർപ്പപ്പാട്ട്, അതെല്ലാം ഉണ്ട്. അതിനെല്ലാം ഇദ്ദേഹം വേണ്ടാന്ന് പറഞ്ഞു. വേണ്ടാന്ന് പറയുകയും അദ്ദേഹം ഒരു വാക്യം കൂടെ പറഞ്ഞു: ഈശ്വരപ്രീതിക്ക് ഒരു ജീവിയുടെ ജീവനല്ല നൽകേണ്ടത്, സമർപ്പണത്തോടെയുള്ള ഭക്തിയാണ് വേണ്ടത്. ഈശ്വരൻ്റെ പ്രീതി കിട്ടണമെങ്കിൽ ഒരു ജീവിയുടെ ജീവൻ നമ്മൾ നൽകേണ്ട കാര്യമില്ല, നമ്മൾ സമർപ്പിക്കണം. സമർപ്പണമെന്ന് വെച്ചാൽ ബലി. നമ്മളെ ബലി നൽകണം. ബലി എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ഉള്ളിലുള്ള അഹങ്കാരം. ഈ അഹങ്കാരത്തെ ദൈവത്തിന് സമർപ്പിക്കണം. അപ്പോൾ മനുഷ്യ, നീ നിന്നെ തന്നെ ബലി കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അവന് സ്വന്തം വെട്ടിമുറിച്ച് കൊടുക്കാൻ പേടി. അതുകൊണ്ട് അവൻ ബാക്കിയുള്ള ജീവികളെ കൊണ്ട് കൊടുത്തു. അവൻ ഒന്ന് മാത്രം ചിന്തിച്ചാൽ മതി, അവൻ്റെ മനസ്സിലുള്ള അഹങ്കാരമാണ് അവിടെ ബലിയായിട്ട് സമർപ്പിക്കേണ്ടത്. ആ അഹങ്കാരത്തെ ഇല്ലാതാക്കിയാൽ മതി. അതാണ് ബലിയെന്ന് അവന് മനസ്സിലാക്കാനുള്ള ചിന്താശക്തി ഇല്ലാതായിരിക്കാം. ഈ ഭഗവതി ക്ഷേത്രത്തിലെ പൂജകൾ എല്ലാം മുടക്കി പൊതുജനത്തിന് ഒരു ശിവക്ഷേത്രം വേണമെന്നും ആ ശിവക്ഷേത്രം അവിടെ വെക്കേണ്ടതാണ് നല്ലത്, ശിവക്ഷേത്രമാണ് വേണ്ടത് എന്ന് പറയുകയും ചെയ്തു. ഇദ്ദേഹം പോയത് മകരം 9-ാം തീയതിയാണ്. മകരം 10, 11 തീയതികളിൽ കുമാരനാശാൻ്റെ അധ്യക്ഷതയിൽ അവിടെ യോഗങ്ങൾ ചേർന്നു. നാട്ടുകാർ തമ്മിൽ യോഗങ്ങൾ ചേർന്നു. ആ യോഗത്തിലെല്ലാം കൂടെ ഒരു തീരുമാനമായി, ശ്രീനാരായണ ഗുരു സ്മാരക സമാജം ഇവിടെ വെക്കണം. ശ്രീനാരായണ ഗുരു സ്മാരക സമാജം ഇവിടെ വെക്കണം. അല്ലേ, ഇപ്പോൾ സാധാരണ നമ്മളിവിടെ എന്താണ് സ്മാരക സമാജങ്ങൾ വയ്ക്കുന്നത്? ഒരാളുടെ മരണശേഷമാണ്, അല്ലേ? സ്മാരക സമാജം സ്മാരകമെന്ന് വയ്ക്കുമ്പോൾ തന്നെ നമ്മൾ മരണശേഷമാണ് വയ്ക്കുന്നത്. ഇവിടെ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചില മഹാന്മാരങ്ങനെയാണ്. അവരന്നും ജീവിച്ചിരിപ്പുണ്ട്, ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ശ്രീനാരായണ ഗുരു, അതേപോലെ ദിവ്യശ്രീ ശിവലിംഗ സ്വാമികൾ അന്നും ജീവിച്ചിരിപ്പുണ്ട്, ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അന്നവർ സശരീരനായിരുന്നു. ഇന്നവരുടെ ശരീരം, അതിൽ നിന്നും അവർ മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിച്ചിരിക്കാം. പക്ഷെ അവരുടെ ആദർശങ്ങളിലൂടെ അവരിന്ന് നമ്മുടെ മുന്നിൽ ഉണ്ട്. തുടർന്ന് ഈ 6 മാസങ്ങൾക്ക് ശേഷമാണ് പെരിങ്ങോട്ടുകരയിൽ ശിവലിംഗദാസ് സ്വാമികൾ എത്തിച്ചേരുന്നത്. അങ്ങനെ എത്തിച്ചേരാൻ സാഹചര്യം കൂടി ഇതിനിടയ്ക്ക് അവിടെ എന്തൊക്കെ ഉണ്ടായി? ശ്രീനാരായണ ഗുരു സമാജം അവിടെ സ്ഥാപിച്ചു, സ്മാരക സമാജം സ്ഥാപിച്ചു. ഞാൻ ടാഗോറിൻ്റെ ഒരു വചനം പറയാം: അങ്ങയെ കണ്ടതോടുകൂടി എൻ്റെ ഹൃദയത്തിനൊരു മാറ്റം സംഭവിച്ചിരിക്കുന്നു. ശ്രീനാരായണ ഗുരുവിനെ കണ്ടപ്പോൾ നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞതാണ്, അങ്ങയെ കണ്ടതോടുകൂടി എൻ്റെ ഹൃദയത്തിന് ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നു. ചില വ്യക്തികളെ കാണുമ്പോൾ മനുഷ്യ ഹൃദയത്തിന് അന്ന് വരെ ഉണ്ടായിരുന്ന ആ സാഹചര്യത്തിൽ നിന്നും അവർ മറ്റൊരു സാഹചര്യത്തിലേക്ക്, അതായത് മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വാക്കിന് ശരിക്കുള്ള അർത്ഥം വിപ്ലവം എന്നാണ്. വിപ്ലവം
മനസ്സിൽ വിപ്ലവം സംഭവിച്ചിരിക്കുകയാണ്. ഇത് തന്നെയാണ് പെരിങ്ങോട്ടുകരയിലെത്തിയ ശ്രീനാരായണ ഗുരുവിനെ കണ്ടപ്പോഴും അതേപോലെ തന്നെ നമ്മുടെ ദിവ്യശ്രീ ശിവലിംഗദാസ സ്വാമികളെ കണ്ടപ്പോഴും സംഭവിച്ചത്. ഇവിടെ ഈ സമാജം വീണ്ടും വീണ്ടും കൂടി, സ്മാരക സമാജത്തിൽ വീണ്ടും വീണ്ടും കൂടി. അപ്പോൾ ഇവിടെ ഒന്നുകിൽ ഗുരുദേവൻ വരണം, അല്ലെങ്കിൽ ഗുരുദേവൻ്റെ ഒരു പ്രതിപുരുഷൻ വരണം. ഗുരുദേവൻ ആരെയാണോ അങ്ങോട്ട് അയക്കുന്നത്, അത് ആരെയായാലും അവർക്ക് ഇന്നാര് തന്നെ വേണമെന്നൊന്നും ഇല്ല. പക്ഷെ അവർ ഒരു അഭിപ്രായം പറഞ്ഞു, അങ്ങയുടെ തൃപ്പാദ ശിഷ്യനെ തന്നെ അയക്കണം. ആരയച്ചാലും മതി, പക്ഷെ തൃപ്പാദത്തിലുള്ള ശിഷ്യനായാൽ, എന്ന് വെച്ചാൽ ശിഷ്യന്മാർ പലതരത്തിലുണ്ട്. ഇവിടെ തൃപ്പാദ ശിഷ്യനെന്ന് ഉദ്ദേശിച്ചത് ആത്മീയ ശിഷ്യനെയാണ് ഉദ്ദേശിച്ചത്. എന്തായിരിക്കും ആത്മീയ ശിഷ്യനെ ചോദിക്കാൻ കാര്യം? നമ്മുടെ സമൂഹം ഉന്നതിയിലേക്ക് പോകണമെങ്കിൽ ആദ്യം വേണ്ടത് ആത്മീയതയാണ്. ആത്മീയതയില്ലാത്ത ഒരു രാജ്യവും ഇന്ന് വരെ ഉന്നതിയിലേക്ക് പോയിട്ടില്ല. നമുക്ക് ജപ്പാനിലേക്ക് പോകാം. ജപ്പാൻകാർക്ക് ഭയങ്കര ആത്മീയതയാണ്, അല്ലേ? അവർ ഹിരോഷിമയിൽ നിന്നും നാഗസാക്കിയിൽ നിന്നും എത്ര പെട്ടെന്നാണ് ഉയർന്ന് ഇന്ന് ലോകത്ത് കുതിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കൊന്ന് റഷ്യയിലേക്ക് പോകാം. റഷ്യക്ക് എന്താ സംഭവിച്ചത്? റഷ്യക്ക് എന്തൊരു വളർച്ചയായിരുന്നു! അസാധാരണമായ വളർച്ചയുള്ള രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഏറ്റവും കൂടുതൽ വളർന്നത് അമേരിക്കയല്ല, റഷ്യയാണ്. റഷ്യ എന്ന വാക്ക് കേട്ട് കഴിഞ്ഞാൽ അമേരിക്കക്കാർക്ക് വിറയലായിരുന്നു. ഇന്ന് ആ റഷ്യ അമേരിക്കയ്ക്ക് അത്ര പേടിയൊന്നുമില്ല. റഷ്യക്ക് എന്താ സംഭവിച്ചത്? ആത്മീയതയില്ലാത്ത വളർച്ചയായിരുന്നു. എവിടെയാണോ ആത്മീയതയില്ലാത്ത വളർച്ചയുണ്ടാകുന്നത്, അത് പെട്ടെന്ന് തകർന്നു പോകും. അപ്പോൾ വളർച്ച വേണമെങ്കിൽ എന്ത് തന്നെ വേണം? ആത്മീയത തന്നെ വേണം. ആ ആത്മീയത എന്ന് പറയുന്നത് യഥാർത്ഥ ആത്മീയതയായിരിക്കണം, സത് ആത്മീയതയായിരിക്കണം. ആത്മീയത സത്തുമുണ്ട്, മോശവുമുണ്ട്. ഇപ്പോൾ ബാക്കിയുള്ളവരെ ദ്രോഹിച്ചുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നത് ആത്മീയതയാണെന്ന് പറയുന്ന മതക്കാർ ഇവിടെയുണ്ട്. അതിൻ്റെ പേര് ആത്മീയതയല്ല. ആത്മീയത എന്ന് പറയുമ്പോൾ തന്നെ ആത്മീയത്വം എല്ലാം ആ ദൈവത്തിലേക്ക് ലയിച്ച് ചേർന്നത്. എല്ലാം ദൈവത്തിൽ ലയിച്ച് ചേർന്നതെന്ന് പറയുമ്പോൾ എനിക്ക് താങ്കളെ ഒന്ന് ഇങ്ങനെ ഒരു കൈ കൊണ്ട് കുത്തിപ്പോലും വേദനിപ്പിക്കാൻ തോന്നില്ല. താങ്കളെൻ്റെ ആത്മീയതയാണ്, താങ്കൾ ഈശ്വരനാണ്. താങ്കൾക്ക് തിരിച്ചും കഴിയില്ല, വാക്കുകൊണ്ട് പോലും എന്നെ ഒന്നും പറയാൻ കഴിയില്ല, അല്ലേ? അപ്പോൾ അതാണ് ആത്മീയ വളർച്ചയെന്ന് പറയുന്നത്. അപ്പോൾ ആത്മീയതയാണ് വേണ്ടതെന്ന് പെരിങ്ങോട്ടുകരയിലെ നമ്മുടെ കാരാട്ടുപറമ്പിലിന് തോന്നിയതുകൊണ്ട് എന്ത് ചെയ്തു അദ്ദേഹം? അങ്ങേ തൃപ്പാദത്തിലെ ഒരു ശിഷ്യനെ തന്നെ ഞങ്ങൾക്ക് വേണം. അപ്പോൾ നമുക്ക് ചിന്തിക്കാം, ഇപ്പോൾ ഏത് തൃപ്പാദ ശിഷ്യനെ അയക്കാനാണ് സാധ്യത? ഒരൊറ്റ ശിഷ്യൻ മാത്രമേ ഉള്ളൂ. അത് ദിവ്യശ്രീ ശിവലിംഗദാസ സ്വാമികളാണ്. ഇപ്പോൾ ഏതാണ്ട് 1-1.5 മണിക്കൂർ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പം ഞാൻ പറഞ്ഞ 2 വാക്കുകളുണ്ട്: ആത്മീയത, ആധ്യാത്മികത. അപ്പോൾ ആധ്യാത്മികത എന്ന് പറയുമ്പോൾ ചില ആധ്യാത്മികം എന്നും കേൾക്കുന്നുണ്ട്. മതവുമായി കലർന്നു വരുന്ന ഈശ്വരചിന്ത, മതവുമായി കലർന്നു വരുന്ന ഈശ്വരചിന്ത. ആത്മീയതയെന്ന് പറയുമ്പോൾ ജീവാത്മാ പരമാത്മാ ബന്ധത്തെ സൂചിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിന് ഉയർച്ചയ്ക്ക് വേണ്ടത് ആത്മീയതയാണ്. ജീവാത്മാ പരമാത്മാ ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ്. ആ ജീവാത്മാ പരമാത്മാ ബന്ധത്തെ സൂചിപ്പിക്കുന്ന ആത്മീയത നമ്മളിൽ നിക്ഷിപ്തമായി കഴിഞ്ഞാൽ ജീവിതത്തിലെ തുടർച്ചയായി ഉയർച്ചകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഉയർച്ചകൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഒപ്പം നമ്മുടെ മനസ്സും നന്നാകട്ടെ. ഇന്നത്തെ സത്സംഗം ഇവിടെ സമാപിക്കുന്നു. എല്ലാ
ഭക്തർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ.